السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الملك المنان الرحيم الرحمن الذي أنزل على عبده الفرقان الذي خلق الإنسان وعلمه البيان الذي كل شيء سواه فان اللهم لك الحمد بالإيمان اللهم لك الحمد بالقرآن اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله علانيته وسره وأشهد أن لا إله إلا الله وحده لا شريك له وأن نبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله حسيبا اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم تسليما أما بعد قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون صدق الله العلي العظيم وقال نبينا وحبيبنا محمد صلى الله عليه وسلم كونوا
في الدنيا كأنك غريب أو عابر سبيل وعد نفسك من أصحاب القبور. صدق رسول الله صلى الله عليه وسلم. അന്ത്യദൂതരെ കാലത്താമണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ അന്ത്യദൂതരെ കാലത്താമണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൽ സ്വഹാബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മഹബൂബിൻ തിരുപാദം ചുംബിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ മഹബൂബിൻ തിരുപാദം ചുംബിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ റൗളത്തുൽ ഫിർദൗസിലെ ചെറു പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ മർഹബാ യാ നൂറൈനി മർഹബാ ജബൽ ഹുസൈൻ മർഹബാ അഹ്ലൻ വസഹ്ലാ മർഹബാ യാ ഖൈറബാ മനസ്സിൽ മായാത്ത മരതകമുത്തി വദനമാണെന്റെ നബിയുള്ളാഹ് മനസ്സിൽ മായാത്ത മരതകമുത്തി വദനമാണെന്റെ നബിയുള്ളാഹ് മാഹരിൽ തോൽക്കും അഴകില്ലെങ്കുന്ന പവിഴമാണെന്റെ നൂറുള്ളാഹ് സന്ധ്യാർക്കം പൂമുഖം തന്നിൽ ചിത്രണം ചെയ്ത പോൽ ചന്തം സന്ധ്യാർക്കം പൂമുഖം തന്നിൽ ചിത്രണം ചെയ്ത പോൽ ചന്തം പുഞ്ചിരി തോടും പൂമുഖം കണ്ടാൽ വാജ്യമാണോ ആനന്ദം മർഹബാ യാ നൂറൈനി മർഹബാ ജബൽ ഹുസൈൻ മർഹബാ അഹ്ലൻ വസഹ്ലാ മർഹബാ യാ ഖൈറബാ. വഅലമു യാ ഉമ്മത നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ സന്തോഷ നിർഭരമായ സദസ്സിനെ തങ്ങളുടെ ധന്യമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന ബഹുമാന്യരായ എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഈ വിശുദ്ധമായ സദസ്സിൽ കടന്നു വന്നിട്ടുള്ള നമ്മുടെ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഈ പരിപാടിയുടെ സ്വാഗത സംഘം ഭാരവാഹികൾ, ഇതിനു വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, അതുപ്രകാരം തന്നെ ഇൽമിന്റെ ഈ നല്ല മജ്ലിസിൽ മഹാന്മാരായ ബദരീങ്ങളെ തവസ്സുലാക്കുകയും അവരുടെ പൊരുത്തവും തിരുനോട്ടവും ലഭിക്കുന്ന ഈ നല്ല സദസ്സിൽ അറിവ് പഠിക്കുവാനും
അല്ലാഹുവിന്റെ മഹാന്മാരായ ആരിഫീങ്ങളുടെയും അഹ്ലു ബൈത്തിന്റെയും ദുആകളിൽ ഒരുമിച്ച് കൂടുവാനും ഇവിടെ കടന്നു വന്നിട്ടുള്ള എന്റെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ലോകം മുഴുവനും ഇന്ന് ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോ സാംസ്കാരിക വിരുദ്ധതയുടെയും നാണമില്ലായ്മയുടെയും പുതിയ അധ്യായങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രചിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മളൊരു കൂട്ടം വിശ്വാസികൾ അത്തരം തോന്നിവാസങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന് ഈ ഒരു ദിവസത്തിൽ അല്ലാഹുവിനെ ഓർക്കുവാനും ഇൽമു പഠിക്കുവാനും മഹാന്മാരായ ബദരീങ്ങളുടെ പൊരുത്തം നേടുവാനും നമ്മൾ ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. രാജാതിരാജനായ, സർവസൃഷ്ടാവായ, സർവജ്ഞനായ, സർവേശ്വരനായ, സർവശക്തനായ തമ്പുരാൻ ഈ പരിശുദ്ധമായ സദസ്സിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ഇവിടെ കടന്നു വന്നിട്ടുള്ള മുഴുവൻ സഹോദരന്മാരെയും സഹോദരിമാരെയും അല്ലാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഈ വിശുദ്ധമായ മജ്ലിസിൽ മഹാന്മാരായ ബദരീങ്ങളുടെ പൊരുത്തവും അവരുടെ തിരുനോട്ടവും അവരുടെ സഹായവും അവരുടെ കാവലും ലഭിക്കുന്ന നല്ല ഒരു മജ്ലിസായി അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. മഹാന്മാരായ ബദരീങ്ങളുടെ ബർക്കത്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത് ഇന്ന ദുആ മുസ്തജാബുൻ ഇൻദ ദിക്രി അസ്മാഇ അഹ്ലി ബദരിൻ, ബദരീങ്ങളുടെ പേര് പറയുന്ന സദസ്സിലുള്ള ദുആ അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഒരു നല്ല മജ്ലിസായി ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ സദസ്സിൽ കടന്നു വന്നിട്ടുള്ള മുഴുവൻ സഹോദരന്മാരെയും സഹോദരിമാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട, പൊരുത്തപ്പെട്ട, തൃപ്തിപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹസലാക്കി തരട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ചു തരട്ടെ. നമ്മുടെ മനസ്സിലുള്ള മാനസികമായ വിഷമങ്ങളെല്ലാം അല്ലാഹു അറിയുന്നവനാണ്. നമ്മൾ ഇരിക്കുന്ന ഈ കസേരയുടെ താഴെ കിടക്കുന്ന മണൽ തരികൾ ഓരോന്നും വളരെ കൃത്യമായി, ശക്തമായി അറിയുന്ന അല്ലാഹുവിന്റെ നമ്മുടെ മനസ്സിലുള്ള മുഴുവൻ മനോവ്യതകളും മനോവിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹുവിനറിയാം. പടച്ചവൻ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരട്ടെ. കടങ്ങളെല്ലാം അല്ലാഹു വീട്ടിത്തരട്ടെ. എല്ലാവിധ കാര്യങ്ങളിലും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ തുറക്കപ്പെടാത്ത വാതിലുകളെല്ലാം മഹാന്മാരായ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തുറന്നു തരട്ടെ. നമ്മുടെ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ശിഫയാക്കി തരട്ടെ. എല്ലാവിധ മാരകമായ രോഗങ്ങളും, ക്യാൻസർ പോലെയുള്ള, ട്യൂമർ പോലെയുള്ള, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള, കിഡ്നി ഫെയിലർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ ബലാഉം ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും എല്ലാം അല്ലാഹു ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് തട്ടിമാറ്റി തരുമാറാവട്ടെ. എല്ലാ വബാഉം വസൂരിയും ഗണ്ണങ്ങളും മറ്റു പകർച്ചവ്യാധികളും സിഹ്ർ, കണ്ണേറ് തുടങ്ങിയ പൈശാചികമായ ഉപദ്രവങ്ങളെയും ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് കാവൽ നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സഹോദരന്മാരെ, ആധുനികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് എന്നതാണ് ഈ നല്ല രാവിലെ നമുക്ക് ചർച്ച ചെയ്യുവാനുള്ള വിഷയം. എനിക്കറിയാം ഇവിടെ ഒരുപാട് ചെറിയ കുഞ്ഞു മക്കളുണ്ട്, ഒരുപാട് പ്രായമായിട്ടുള്ള സഹോദരന്മാരുണ്ട്. നമുക്കറിയാം മഞ്ഞ് പെയ്യുന്ന ഡിസംബർ മാസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രൂപത്തിൽ നമുക്ക് വിഷയങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ദുആ ചെയ്ത് വളരെ പെട്ടെന്ന് പിരിഞ്ഞു പോവേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പായി നിങ്ങളുടെ മുമ്പിലേക്ക് ചെറിയ ഒരു ഉപമ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കഥ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഈ കഥയിൽ നമുക്കൊരുപാട് പാഠങ്ങൾ പഠിക്കുവാനുണ്ട്. ഒരു ടീച്ചർ ക്ലാസ്സിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ടീച്ചർ തന്റെ ക്ലാസ്സിലുള്ള ചെറിയ മക്കളെയെല്ലാം
എഴുന്നേറ്റ് നിൽപ്പിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ ഒരു ചെറിയ പേപ്പറിന്റെ കഷ്ണം കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ പേപ്പർ കഷ്ണത്തിൽ നിങ്ങൾ ഭാവിയിൽ എന്താവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങൾ ഭാവിയിൽ എന്താവാൻ ഉദ്ദേശിക്കുന്നുവോ അത് നിങ്ങൾ ഈ പേപ്പർ കഷ്ണത്തിൽ എഴുതി വെക്കണം. നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ അഭിലാഷം നിങ്ങൾ ഈ പേപ്പറിൽ എഴുതി വെക്കണം. അപ്പൊ പല വിദ്യാർത്ഥികളും പല ആവശ്യങ്ങൾ, പല ആഗ്രഹങ്ങൾ എഴുതി വെച്ചു. ചില ആളുകൾ എഴുതി, എനിക്ക് ഡോക്ടറാവണം, എനിക്ക് കലക്ടർ ആവണം, എനിക്ക് പോലീസുകാരനാവണം, എനിക്കൊരു ഉദ്യോഗസ്ഥനാവണം, എനിക്കൊരു ബിസിനസ്മാൻ ആവണം, അങ്ങനെ പലതും എഴുതി വെച്ചു. എന്നാൽ അതിലൊരു കുട്ടി തനിക്ക് ലഭിച്ച പേപ്പർ കഷ്ണത്തിൽ എഴുതി വെക്കുകയാണ്, എനിക്കൊരു TV ആവണം, എനിക്കൊരു ടെലിവിഷൻ, ഒരു TV ആവണം, ഞാൻ വലുതാകുമ്പോ എനിക്കൊരു TV ആവണമെന്നാണ് ആഗ്രഹം. നിഷ്കളങ്കനായ ആ വിദ്യാർത്ഥിയുടെ മറുപടി ടീച്ചർക്ക് മനസ്സിലായില്ല. എന്താണ് ഈ കുട്ടി ഉദ്ദേശിച്ചത്? ടീച്ചർ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, മോനെ, എന്തുകൊണ്ടാണ് നീ TV ആവണമെന്ന് ആഗ്രഹം എഴുതി വെച്ചത്? അപ്പോൾ ആ കുഞ്ഞുമകൻ ടീച്ചറുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ്, ടീച്ചറെ, ഞാനൊരു TV ആയി കഴിഞ്ഞാൽ എന്റെ അമ്മ എന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ ചിരിക്കുമ്പോ എന്റെ കൂടെ എന്റെ അമ്മയും ചിരിക്കും. ഞാൻ കരയുമ്പോ എന്റെ അമ്മ എന്റെ കൂടെ കരയും. എന്റെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഞങ്ങളെല്ലാവരും കൂട്ടം ചേർന്ന്, അതിഥികളെല്ലാവരും കൂട്ടം ചേർന്ന് TV ആയ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. എനിക്കെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ ഉടനെ തന്നെ അതിനാവശ്യമായ പരിഹാരങ്ങൾ അവർ ചെയ്യും. ആ കേടുപാടുകൾ തീർക്കാൻ എത്ര പണം ചെലവഴിക്കേണ്ടി വന്നാലും അവരത് ചെലവഴിച്ചുകൊണ്ട് എന്റെ കേടുപാടുകൾ തീർക്കും. അവരേത് സമയത്തും എന്നെ പരിഗണിക്കും. അതുകൊണ്ട് ഞാനൊരു TV ആവണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ഇതുപോലെ ഒരു മനുഷ്യനായി ഞാൻ വളർന്നു വന്നാൽ, ഞാൻ ചിരിക്കുമ്പോ എന്റെ കൂടെ ചിരിക്കാൻ എന്റെ അമ്മയെ കിട്ടാറില്ല. ഞാൻ കരയുമ്പോ മോനെ നീ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കാൻ എന്റെ അമ്മയെ കിട്ടാറില്ല. എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനോ എന്നെ പരിഗണിക്കുവാനോ എന്നെ സ്നേഹിക്കുവാനോ എന്റെ അമ്മ മുന്നോട്ട് വരാറില്ല. അമ്മ എപ്പോഴും ഉണ്ടാവാറുള്ളത് TV-യുടെ മുമ്പിലാണ്. അതുകൊണ്ട് ഞാനൊരു TV ആയി മാറിയാൽ എപ്പോഴും അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ എനിക്ക് ഇരിക്കാമല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന അപകടകരമായ ഒരു സാംസ്കാരിക തലത്തിലേക്കാണ് ഈ കഥ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ദുനിയാവിന്റെ സുഖലോലുപതകളിൽ മുങ്ങി, ദുനിയാവിന്റെ സുഖാഡംബരങ്ങളിൽ ലയിച്ചു ചേർന്ന് ആഖിറമെന്ന് പറയുന്ന ലോകത്തെ കുറിച്ച് മറന്നു പോവുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും വലിയ നിഅമത്തായി നൽകിയിട്ടുള്ള ആധുനികമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും, മൊബൈലായാലും ടെലിവിഷനായാലും കമ്പ്യൂട്ടറായാലും ഇന്റർനെറ്റ് ആയാലും ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും യൂട്യൂബ് ആയാലും സിനിമയായാലും എന്താണെങ്കിലും അവയെല്ലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് ഉപയോഗിക്കേണ്ടതിന് പകരം അള്ളാഹുവിൽ നിന്ന് അകലാനും ദുനിയാവിലേക്ക് കൂടുതൽ അടുക്കാനും നമ്മൾ ഉപയോഗിച്ചപ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മാറ്റങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുപോയ സാംസ്കാരികമായ മൂല്യങ്ങൾ, ദുനിയാവിന്റെ സുഖാഡംബരങ്ങളിൽ മുങ്ങിപ്പൊങ്ങി ആഖിറത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ലാതെ അല്ലാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തായ സമയത്തെ അനാവശ്യമായ കളികളിലും വിനോദങ്ങളിലും ചെലവഴിച്ചുകൊണ്ട് സമയത്തെ കൊന്നുകളയുന്ന നമ്മൾ, നമുക്ക് അല്ലാഹു ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകളുടെ വില മനസ്സിലാക്കിയവരല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കാസർഗോഡ് ജില്ലയിലെ മാലിക് ദീനാർ പള്ളിയിൽ ഇന്നും ഒരു കത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മാലിക് ദീനാർ പള്ളിയിലെ ദർസിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിക്ക് തന്റെ ജ്യേഷ്ഠൻ വീട്ടിൽ നിന്ന് അയച്ച ഒരു കത്താണ്. ആ കത്തിൽ എഴുതിയിട്ടുണ്ടല്ലയോ സഹോദര, നീ പഠിക്കാൻ വേണ്ടി വീട് വിട്ടിറങ്ങിയതിനു ശേഷം നമ്മുടെ വീട്ടിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് ലോകത്തോട് വിട പറഞ്ഞുപോയി.
അതിനുശേഷം നമ്മുടെ പിതാവ് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീട്ടിലെ വിശേഷങ്ങൾ എഴുതിയ ഒരു കത്ത് ഇന്നും മാലിക് ദീനാർ പള്ളിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സ്വന്തം മാതാവ് മരണപ്പെട്ടിട്ട് പോലും ആ വിദ്യാർത്ഥി വാർത്തയറിയുന്നത് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലൊരു സംഭവം നടന്നാൽ ആ വിഷയം ആദ്യം അറിയുന്നത് ഗൾഫിലുള്ളവരാണ്. നമ്മുടെ പ്രവാസികളായ സഹോദരന്മാര് പറഞ്ഞിട്ടാണ് നാട്ടിലുള്ള നമ്മൾ പോലും അറിയാറുള്ളത്. എന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ ആദ്യം അറിയാ ഗൾഫിൽ ജോലി ചെയ്യുന്ന എന്റെ ഉപ്പയാണ്. എന്റെ ഉപ്പ വിളിച്ചു പറയുമ്പോഴാണ് കേരളത്തിലുള്ള ഞാൻ പോലും ആ വിഷയം അറിയുന്നത്. കാരണം അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും അത്രമേൽ വലുതാണ്. ലോകത്തെവിടെയും എത്തിപ്പെടാനും ഏത് വാർത്തകൾ മനസ്സിലാക്കുവാനും അറിയാനും അള്ളാഹു നമുക്ക് സൗകര്യങ്ങളും സംവിധാനങ്ങളും നൽകി. ഇതെല്ലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം അള്ളാഹുവിനെ മറക്കാനും ആഖിറത്തിൽ നകലാനും ദുനിയാവിനോടടുക്കാനും വേണ്ടി നമ്മൾ ഉപയോഗിച്ചപ്പോൾ അത്തരമൊരു സമുദായത്തെ ഓർമ്മപ്പെടുത്താൻ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. തീർച്ചയായും ഐഹിക ലോകമെന്ന് പറയുന്നത്, ദുനിയാവെന്ന് പറയുന്നത് കേവലം കളിയും വിനോദവും കിടമത്സരങ്ങളും മാത്രമാണ്. ദുനിയാവിന്റെ സൗകര്യങ്ങൾ അധികരിപ്പിക്കാൻ വേണ്ടി പരസ്പരം മത്സരം നടത്തുക എന്നുള്ളത് മാത്രമാണ് ഈ ലോകത്തിന്റെ അടയാളം, ഈ ലോകത്തിന്റെ പ്രത്യേകത എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന അയൽവാസി 2 നിലയുള്ള വീടെടുത്താൽ പിന്നെ നമ്മുടെ മനസ്സിൽ മുറുമുറുപ്പാണ്. ആ അയൽവാസിയുടെ വീടിനെ വെല്ലുന്ന വീടെടുക്കുന്നത് വരെ നമുക്ക് പിന്നെ സമാധാനമില്ല. അവൻ വാങ്ങുന്ന കാറിനേക്കാൾ വലിയ കാറ്, അവൻ തന്റെ വീട്ടിൽ ഒട്ടിച്ച ടൈലിനേക്കാൾ നല്ല വിലപിടിപ്പുള്ള ടൈല്, അവൻ തന്റെ മുറ്റത്ത് ഭാഗിയ ഇന്റർലോക്കിനേക്കാൾ വലിയ സൗകര്യങ്ങൾ നമ്മുടെ വീട്ടിലെത്തിക്കുന്നത് വരെ പിന്നെ നമുക്ക് സമാധാനമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഇന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹുൻ. ദുനിയാവെന്ന് പറയുന്നത് കേവലം കളിയും വിനോദവും മാത്രമാണ്. 24 മണിക്കൂറും എന്റർടൈൻമെന്റിനും എൻജോയ്മെന്റിനും കളികൾക്കും വിനോദങ്ങൾക്കും അനാവശ്യമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുമ്പോ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. അല്ലാഹുവിന്റെ അടുക്കലുള്ള ലോകമാണ് യഥാർത്ഥ ലോകം. പടച്ചവന്റെ സന്നിധിയിലേക്ക് നമ്മൾ മടക്കപ്പെടുമ്പോ ആ ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്ന് വിശുദ്ധ ഖുർആനിന്റെ നിരവധി അനവധി ആയത്തുകളിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു, ദുനിയാവ് കേവലം കളിയും വിനോദവുമാണ്. വഇന്നദ് ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ. ആഖിറത്തിന്റെ ലോകമാണ് യഥാർത്ഥ ലോകം. ആഖിറത്തിലെ ജീവിതമാണ് യഥാർത്ഥ ജീവിതം. അതുകൊണ്ട് മുസ്ലിമേ, മൊബൈലും ഇന്റർനെറ്റും ടിവിയുമെല്ലാം അല്ലാഹു നമുക്ക് ഈ ലോകത്ത് ഇസ്സത്തോടുകൂടി ജീവിക്കാൻ നൽകിയിട്ടുള്ള സൗകര്യങ്ങളാണ്. അതല്ല ജീവിതം, അതല്ല ജീവിതം. ഒരിക്കൽ അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ മടങ്ങിപ്പോവാനുള്ളവരാണ്. ആ ജീവിതമാണ്, ആ ലോകമാണ് യഥാർത്ഥ ലോകമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ വളരെ സുന്ദരമായൊരു ഉപമ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. ഒരു 4 വിഭാഗം ആളുകൾ. ഈ കഥ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയും ഈ 4 വിഭാഗങ്ങളിൽ ആരാണ് യഥാർത്ഥ ബുദ്ധിമാനെന്ന്. കുറെ ആളുകൾ ഇങ്ങനെ ഒരു കപ്പലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കടലിന്റെ മടിത്തട്ടിലൂടെ ഒരുപാട് ദൂരം അവരിങ്ങനെ സഞ്ചരിച്ചു.
അവസാനമതാ ദൂരചക്രവാളത്തിൽ ഒരു പൊട്ടുപോലെ ചെറിയൊരു ദ്വീപ് കാണുകയാണ്. നല്ല സുന്ദരമായ മരങ്ങൾ നിറഞ്ഞ ഒരു ദ്വീപ്. ആ ദ്വീപിനോടടുക്കുന്തോറും ദ്വീപിന്റെ സുന്ദരമായ കാഴ്ചകൾ ഇങ്ങനെ വ്യക്തമായി വരികയാണ്. നല്ല സുന്ദരമായ മരങ്ങളും പൂക്കളും പഴങ്ങളും പൂന്തോട്ടങ്ങളും സുന്ദരമായ ചെറിയ തിളങ്ങുന്ന കല്ലുകളും നിറഞ്ഞ നല്ല ഒരു ഭൂമിയാണത്. ആ ദ്വീപിനോടടുത്തപ്പോ കപ്പലിലെ കപ്പിത്താൻ വിളിച്ചു പറയുകയാണ്, അല്ലയോ യാത്രക്കാരെ, നമുക്കൊരല്പസമയം ഈ ദ്വീപിൽ ഇറങ്ങാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭക്ഷണം കഴിക്കുവാനോ പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കുവാനോ ഉണ്ടെങ്കിൽ ഈ ദ്വീപിൽ നിങ്ങൾക്ക് സൗകര്യമുണ്ട്. പക്ഷേ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ തിരിച്ചു വന്ന് കപ്പലിൽ കയറാം. നമുക്ക് കൂടുതൽ സമയം കാത്തിരിക്കാനില്ല. അങ്ങനെ യാത്രക്കാരെല്ലാം കപ്പലിൽ നിന്ന് ദ്വീപിലേക്ക് ഇറങ്ങുകയാണ്. ദ്വീപിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ്, എന്തൊരു സുന്ദരമായ ഒരു ദ്വീപാണ്. നല്ല കാഴ്ചകൾ, നല്ല കൗതുക വസ്തുക്കൾ. ആ ദ്വീപിൽ ഇറങ്ങിയ യാത്രക്കാർ 4 വിഭാഗമായി തിരിയുകയാണ്. 4 വിഭാഗമായി തിരിഞ്ഞു അവർ. ഒന്നാമത്തെ വിഭാഗം, അവർ ദ്വീപിലെ സുന്ദരമായ കാഴ്ചകളിലേക്കൊന്നും അവരുടെ ചിന്തകൾ പോയില്ല. അവരുടെ ചിന്ത യാത്രയെ കുറിച്ച് മാത്രമാണ്. കപ്പലിലേക്ക് തിരിച്ചുപോയി യാത്ര തുടരുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ചിന്ത. ഈ ദ്വീപിലെ സുന്ദരമായ കാഴ്ചകൾ കാണൽ അവരുടെ ഉദ്ദേശമല്ല. കാരണം അവിടുത്തെ കാഴ്ചകൾ കാണാനല്ല ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ വിഭാഗം അവരുടെ പ്രാഥമികമായ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് കപ്പലിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അവർ നേരത്തെ കപ്പലിലെത്തി. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല സൗകര്യമുള്ള സീറ്റുകൾ കിട്ടി. നല്ല പുഷ് ബാക്ക് സീറ്റുകൾ, ജനലിന്റെ അടുത്ത് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന നല്ല സൗകര്യമുള്ള സീറ്റുകളിൽ തന്നെ അവർ ഇരിപ്പുറപ്പിച്ചു. എന്നാൽ രണ്ടാമത്തെ വിഭാഗമാവട്ടെ, അവര് പ്രാഥമികമായ ആവശ്യങ്ങൾ തീറ്റയും കുടിയുമൊക്കെ കഴിഞ്ഞു. ശേഷം അവർ ദ്വീപിന്റെ സൗന്ദര്യത്തിൽ അറിയാതെ മയങ്ങിപ്പോയി. ആ ദ്വീപിലെ സുന്ദരമായ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി അവർ ഒന്നുകൂടെ ഉള്ളിലേക്ക് കടന്നു ചെന്നു. ഒരുപാട് സമയം ചുറ്റിക്കറങ്ങിയപ്പോഴാണ് അവർക്ക് കപ്പലിനെ കുറിച്ച് ഓർമ്മ വന്നത്. ഉടനെ തന്നെ അവരെല്ലാവരും തിരിച്ച് കപ്പലിലേക്ക് ഓടിച്ചെല്ലുമ്പോ സൗകര്യമുള്ള സീറ്റുകളെല്ലാം നേരത്തെ വന്നവർ കൈയടക്കി വെച്ചിട്ടുണ്ട്. സൗകര്യമുള്ള സീറ്റൊക്കെ തീർന്നിട്ടുണ്ട്. നേരത്തെ വന്നവർ അവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സൗകര്യമില്ലാത്ത സീറ്റുകളിൽ ഇരിക്കേണ്ടി വന്നു. പല ആളുകൾക്കും സീറ്റില്ലാതെ നിലത്തിരിക്കേണ്ടി വന്നു. പല ആളുകൾക്കും നിന്നുകൊണ്ട് യാത്ര ചെയ്യേണ്ടി വന്നു. കാരണം അവർ ആ ദ്വീപിന്റെ സുന്ദരമായ കാഴ്ചകളിൽ മയങ്ങിപ്പോയി. കപ്പലിലേക്ക് തിരിച്ചു വരാൻ സമയം വൈകി. അതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും സീറ്റ് കിട്ടിയില്ല. മൂന്നാമത്തെ വിഭാഗം, അവർ ഈ ദ്വീപിന്റെ സുന്ദരമായ കാഴ്ചകളിൽ മയങ്ങി ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിച്ചു. അതോടൊപ്പം തന്നെ ദ്വീപിലുള്ള നല്ല തിളങ്ങുന്ന കല്ലുകൾ കണ്ടപ്പോ അവർക്കത് വിട്ടുപോവാൻ കഴിഞ്ഞില്ല. അവരാ കല്ലുകളെല്ലാം പെറുക്കിക്കൂട്ടി തങ്ങളുടെ ഭാണ്ഡത്തിൽ നിക്ഷേപിച്ചു. കാരണം വീട്ടിൽ ചെന്നാൽ തങ്ങളുടെ ഭാര്യ സന്താനങ്ങൾക്ക് അത് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് കരുതി ആ ദ്വീപിലുള്ള സുന്ദരമായ കാണാൻ കൊള്ളാവുന്ന നല്ല തിളങ്ങുന്ന അലങ്കാര കല്ലുകൾ അവരെടുത്തുകൊണ്ട് ഭാണ്ഡത്തിൽ നിറക്കുകയാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് കപ്പലിനെ കുറിച്ച് ഓർമ്മ വന്നത്. ഉടനെ തന്നെ അവർ ഓടിപ്പോയി നോക്കുമ്പോൾ കപ്പൽ പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. അവർ ഓടിച്ചെന്ന് നോക്കുമ്പോൾ സീറ്റുകളെല്ലാം ഫുള്ളായിട്ടുണ്ട്. നിലത്തുപോലും ഇരിക്കാൻ സ്ഥലമില്ല. അവർക്ക് നിന്ന് യാത്ര ചെയ്യേണ്ടി വന്നു. അതോടൊപ്പം അവർ ദ്വീപിൽ വെച്ച് വാരിക്കൂട്ടിയിട്ടുള്ള കല്ലുകളിലെ ആ കല്ലുകളെല്ലാം തലയിലേറ്റി നിൽക്കേണ്ടി വന്നു. കാരണം എന്താ? അവര് ദ്വീപിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ ഒരുക്കി കൂട്ടി അവർ ഭാണ്ഡത്തിലാക്കിയപ്പോ ആ ഭാണ്ഡവും പേറി നിന്നുകൊണ്ട് യാത്ര ചെയ്യേണ്ടി വന്നു പിന്നീട്. എന്നാൽ നാലാമത്തെ വിഭാഗമാവട്ടെ, അവർ ദ്വീപിന്റെ സൗന്ദര്യത്തിലാകെ മതിച്ച് പുളച്ച് ഒരുപാട് ഉള്ളിലേക്ക് കൊടുങ്കാടുകളിലേക്ക് കയറിപ്പോയി. അവസാനം അവർക്ക് കപ്പലിനെ കുറിച്ച് ഓർമ്മ വന്നപ്പോ അവര് തീരത്തേക്ക് ഓടി വരികയാണ്. പക്ഷേ അവരെ കാത്തിരുന്ന് മുഷിഞ്ഞ
കപ്പിത്താൻ കപ്പൽ തിരിച്ചുവിട്ടു. അവർക്ക് കപ്പലിൽ കയറാൻ കഴിഞ്ഞില്ല. അവസാനം ഭക്ഷണം ലഭിക്കാതെ അവിടെ പട്ടിണി കിടന്നുകൊണ്ട് പല ആളുകളും ആ ദ്വീപിൽ മരണപ്പെട്ടു. പല ആളുകളും ആ ദ്വീപിലുള്ള വേട്ടമൃഗങ്ങളാൽ കൊല്ലപ്പെട്ടു. അങ്ങനെ 4ാമത്തെ വിഭാഗം ആ ദ്വീപിൽ തന്നെ നശിച്ചുപോയി. ഇങ്ങനെ 4 വിഭാഗം ആളുകൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാം. ഇതിൽ ഏറ്റവും ബുദ്ധിയുള്ള വിഭാഗം ഏതാ? ഏറ്റവും ബുദ്ധിയുള്ള വിഭാഗം ഏതാണ്? ആ ദ്വീപിന്റെ സുന്ദരമായ കാഴ്ചകളിൽ മയങ്ങാതെ വളരെ പെട്ടെന്ന് കപ്പലിലേക്ക് തിരിച്ചു ചെന്ന് ബാക്കിയുള്ള യാത്രക്ക് വേണ്ടി നല്ല സീറ്റൊരുക്കിയവർ, അവരാണ് ബുദ്ധിമാന്മാർ. എന്നതുപോലെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മനുഷ്യൻ ഒരു നീണ്ട യാത്രയിലാണ്. ആ നീണ്ട യാത്രയിലെ അവൻ ഇറങ്ങി ഒരു ദ്വീപ് മാത്രമാണ് ദുനിയാവ്. നമുക്കറിയാലോ, മനുഷ്യന്റെ ജീവനം എന്ന് പറയുന്നത് 7 ഘട്ടങ്ങളിലൂടെയുള്ള യാത്രയാണ്. 1ാമത്തെ ഘട്ടം ആലമുൽ അർവാഹിൽ നിന്ന് മണ്ണിലേക്കാണ്. കാരണം മണ്ണിൽ നിന്നാണ് അല്ലാഹു നമ്മെ പടച്ചിട്ടുള്ളത്. അതാണ് 1ാമത്തെ യാത്ര. 2ാമത്തെ ഘട്ടം മണ്ണിൽ നിന്ന് നമ്മുടെ പിതാക്കന്മാരുടെ ശരീരങ്ങളിലേക്കാണ്. അവിടെ നിന്ന് 3ാമത്തെ യാത്ര നമ്മുടെ ഉപ്പയുടെ ശരീരത്തിൽ നിന്ന് ഒരു ബീജകണികയായി ഉമ്മയുടെ ഗർഭാശയത്തിലേക്കാണ്. അങ്ങനെ ഉമ്മയുടെ ഗർഭാശയം എന്ന് പറയുന്ന സുരക്ഷിതമായ ആ താവളത്തിൽ 10 മാസത്തോളം അല്ലെങ്കിൽ അതിനോടടുത്ത സമയം നമ്മൾ ചെലവഴിച്ചു. അതിനുശേഷം നമ്മുടെ ജീവിതത്തിലെ 4ാമത്തെ യാത്രയുടെ ഘട്ടമായ ഈ ദുനിയാവിലേക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അറിയാലോ, നമുക്ക് 9 മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു കുഞ്ഞിന് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ സ്ഥാനമില്ല. ഒരു സഹോദരി എത്ര തന്നെ പ്രസവിക്കണ്ടെന്ന് കരുതിയാലും സമയമായാൽ ആ കുഞ്ഞിന് പുറത്തേക്ക് വരൽ അനിവാര്യമാണ്. അത് ലോകത്തിന്റെ നിയമമാണ്. എന്നതുപോലെ ഈ ദുനിയാവെന്ന് പറയുന്ന സുന്ദരമായ ഈ ഇടത്താവളത്തിൽ, നമ്മുടെ ജീവിതയാത്രയിൽ 4ാമത്തെ ഇടത്താവളത്തിൽ സമയമായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്കുള്ള യാത്ര തിരിക്കേണ്ടവരാണ്. ഈ ഘട്ടങ്ങളിൽ ഏറ്റവും സുന്ദരമായ ഇടത്താവളം ദുനിയാവ് തന്നെയാണ്. നബി തങ്ങൾ പറഞ്ഞുവല്ലോ, ഇന്ന ദുനിയാ ഹുൽവത്തുൽ ഖളിറാ, ദുനിയാവെന്ന് പറയുന്നത് പച്ച പിടിച്ചു കാണാൻ രസമുള്ള ഒരു ലോകമാണ്. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞ ഈ കഥയിലെ ദ്വീപ് പോലെ ആ ദ്വീപിൽ ഇറങ്ങിയവർ 4 വിഭാഗമായില്ലേ എന്നതുപോലെ ദുനിയാവിലേക്ക് ജീവിക്കാൻ വേണ്ടി കടന്നു വരുന്ന മനുഷ്യർ 4 വിഭാഗമായി തീരുന്നതാണ്. അതിലെ 1ാമത്തെ വിഭാഗം ദുനിയാവിന്റെ സുഖങ്ങളിൽ ഒന്നും തങ്ങളുടെ ശ്രദ്ധ പതിപ്പിക്കാതെ ആഖിറത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരാണ്. അവരുടെ മടക്കയാത്ര വളരെ എളുപ്പമായിരിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സമസ്തയുടെ ട്രഷററായിരുന്ന പാറന്നൂർ PP ഇബ്രാഹിം മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ, ഞാൻ ഏതെങ്കിലും സ്വഹാബിയുടെയോ താബിഈന്റെയോ ചരിത്രമല്ല പറയുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ നമ്മുടെ മുമ്പിൽ ജീവിച്ച ഒരു മനുഷ്യനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസം അദ്ദേഹത്തെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ കുളിപ്പിക്കുമ്പോൾ തന്റെ ഭാര്യയോട് പറയുകയാണ്, എന്നെ ശരിക്ക് കുളിപ്പിക്കണേ, കാരണം ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ കുളിയാണ്. നാളെ എന്നെ കുളിപ്പിക്കാൻ മോളെ നിനക്ക് അവസരമില്ല. എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം ശരിക്ക് തേച്ചൊരച്ചുകൊണ്ട് കഴുകണേ. നാളെ എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കൊരു പ്രയാസമുണ്ടാവാൻ പാടില്ല. മരണത്തെ മുൻകൂട്ടി കാണുകയാണ്. കാരണം എന്തേ? നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള 4 വിഭാഗങ്ങളിലെ ബുദ്ധിയുള്ള വിഭാഗമുണ്ടല്ലോ. 1ാമത്തെ വിഭാഗം ഇന്നലില്ലാഹി ഇബാദൻ ഫൂതനാ തുല്ലാഖു ദുനിയാ വഖാഫുൽ ഫിതനാ നളറു ഫീഹാ ഫലമ്മാ അലിമൂ أنها ليست لحي وطنا جعلوها لجة واتخذوا صالح الأعمال فيها سفنا.
അവർ ബുദ്ധിയുള്ള ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവർ ദുനിയാവിന്റെ സുഖങ്ങളിൽ മുങ്ങിപ്പോയവരല്ല. അങ്ങനെ ജീവിതത്തിലെ അവസാനത്തെ കുളി കഴിഞ്ഞ് ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് അവർകൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോ തന്റെ കൂടെയുള്ള രണ്ടാളുകളുടെ ചുമലിൽ കൈവച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. ആ സമയത്ത് അവിടത്തെ ചുണ്ടുകൾ മന്ത്രിക്കുകയാ. യൗമ തബിയല്ലു വജൂഹു വതസ്വദ്ദു വജൂഹ് ഫഅമ്മ الذين بيضت وجوههم ففي رحمة الله. നാളെ പടച്ചവന്റെ മുമ്പിൽ ജനങ്ങളെല്ലാം ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോ അവിടെ ചില മുഖങ്ങൾ കത്തിജ്വലിച്ച് പ്രകാശിക്കുന്നതാണ്. കത്തിജ്വലിച്ച് പ്രകാശിക്കുന്ന മുഖങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ താവളമായ സ്വർഗ്ഗത്തിൽ വസിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരാണ് എന്ന ആയത്ത് ഓതിയിട്ടാണ് പ്രിയപ്പെട്ടവരെ എന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ കഴിച്ചുകൂട്ടുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. കൂടെയുള്ള കുടുംബക്കാരെല്ലാം നോക്കി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് തന്റെ ആയുസ്സിന്റെ അവസാനത്തെ 3 ശ്വാസങ്ങൾ. തന്റെ ആയുസ്സിന്റെ അവസാനത്തെ 3 ശ്വാസങ്ങൾ. ഒന്നാമത്തെ ശ്വാസത്തിൽ അല്ലാഹ്, രണ്ടാമത്തെ ശ്വാസത്തിൽ അൽഹംദുലില്ലാഹ്, മൂന്നാമത്തെ ശ്വാസം അഥവാ തന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ശ്വാസം അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അദ്ദേഹം ലോകത്തോട് വിട പറയുകയാണ്. ബുദ്ധിയുള്ളവരാണവർ. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ. അല്ലാഹുവിന്റെ ബുദ്ധിമാന്മാരായ ചില അടിമകളുണ്ട്. അവർ ദുനിയാവിന്റെ സുഖങ്ങളിൽ മയങ്ങിപ്പോകുന്നവരല്ല. അവർ കപ്പലിൽ നിന്ന് ദ്വീപിലേക്ക് ഇറങ്ങിയ ഒന്നാമത്തെ വിഭാഗത്തെ പോലെയാണ്. തങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തിരിച്ചു പോവാനുള്ള ഒരുക്കത്തിലാണവർ. ബഹുമാനപ്പെട്ട ശൈഖുനാ സൈനുൽ ഉലമാ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നഫറല്ലാഹു മർഖദാ നീണ്ട 45 ദിവസം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ, സംസാരിക്കാതെ, കണ്ണു തുറക്കാതെ, ചോദിച്ചതിന് ഉത്തരം പറയാതെ നീണ്ട 45 ദിവസം ഹോസ്പിറ്റലിൽ കഴിഞ്ഞപ്പോഴും അവിടുത്തെ കയ്യിലുള്ള തസ്ബീഹ് മാല ഇങ്ങനെ, ആ തസ്ബീഹ് മാലയുടെ മുത്തുമണികൾ ഇങ്ങനെ മറിയുന്നത് ഡോക്ടർമാര് ഇന്നും അത്ഭുതത്തോടു കൂടിയാണ് പറയുന്നത്. സംസാരിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ, കണ്ണു തുറക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ ദിക്ർ ചൊല്ലുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ദുനിയാവിന്റെ സുഖങ്ങളിൽ നിന്ന് മാറി നിന്ന് ആഖിറത്തിന്റെ സുഖങ്ങൾ മാത്രം ഓർത്തുകൊണ്ട് ജീവിച്ചവർ ആധുനിക ലോകത്തിന്റെ ചീഞ്ഞളിഞ്ഞ സംസ്കാരത്തിൽ നിന്ന് ആത്മീയതയുടെ സുഖശീതളിമയിലേക്ക് യാത്ര ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട പൂർവികന്മാർ ഇവരൊന്നും 100-500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചവരല്ല. നമ്മുടെ കൺമുമ്പിലൂടെ ജീവിച്ച് നമ്മുടെ കൺമുമ്പിൽ വെച്ച് മരണപ്പെട്ടു പോയവരാണ്. അല്ലാഹു അവരോടൊപ്പം നമ്മെ അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഈ അടുത്ത് നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ വാട്സപ്പിലും ഒക്കെ ആയിട്ട് ഒരു കഥ നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടോ? ഞാൻ പലവട്ടം വായിച്ചിട്ടുണ്ട്. ഒരു നാട്ടിൽ, ആ നാട്ടിലുള്ള ആളുകൾക്ക് ഒരു പതിവുണ്ട്. എന്താന്ന് വെച്ചാൽ അവിടുത്തെ രാജാവിനെ 1 വർഷമാണ് ഭരിക്കാൻ അവർ അവസരം കൊടുക്കുക. 1 കൊല്ലം രാജാവിന്റെ നാട് ഭരിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ആ രാജാവിനെ കുളിപ്പിച്ച് നല്ല സുഗന്ധം പൂശി നല്ല വസ്ത്രം ധരിപ്പിച്ച് ഒരു കുതിരപ്പുറത്ത് കയറ്റി നാട്ടിലുള്ള ആളുകളോടൊക്കെ യാത്ര പറഞ്ഞ് അയാളെ ജനങ്ങളാരും താമസിക്കാത്ത കൊടും കാട് നിറഞ്ഞ സിംഹവും അതുപോലെ നരിയും പുലിയും മറ്റു വേട്ടമൃഗങ്ങളും നിറഞ്ഞു വിഹരിക്കുന്ന ഒരു കാട്ടിൽ കൊണ്ടുപോയി തള്ളുകയാണ് ചെയ്യുക. പിന്നെ അടുത്ത കൊല്ലത്തേക്ക് പുതിയ രാജാവ്, ആ കൊല്ലം കഴിഞ്ഞാൽ ആ രാജാവിനെയും കൊണ്ടുപോയി കാട്ടിൽ തള്ളും. അങ്ങനെ ആ നാട്ടിൽ രാജാവിനെ കിട്ടാതെയായി. കാരണം 1 കൊല്ലം ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും മരണത്തെ ചോദിച്ചു വാങ്ങോ? ഇല്ലല്ലോ. അപ്പൊ നാട്ടിൽ രാജാവിനെ കിട്ടാതെയായി. ആ ഇടക്ക് അവരിങ്ങനെ രാജാവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ രാജാവാവാം, ഞാൻ നിങ്ങളുടെ നാട്ടിന്റെ രാജാധികാരം ഏറ്റെടുക്കാം. അപ്പൊ ജനങ്ങൾക്കൊക്കെ സന്തോഷമായി. അവർ രാജാവിനെ എല്ലാവിധ ബഹുമാന ആദരവുകളോടും കൂടി അദ്ദേഹത്തെ സിംഹാസനത്തിൽ കൊണ്ടുപോയി ഇരുത്തി. ഇനി 1 കൊല്ലമാണ് രാജാവിന്റെ ആയുസ്സുള്ളത്. ആ കൊല്ലം കഴിഞ്ഞാൽ രാജാവ് വേട്ടമൃഗങ്ങൾക്ക് മുമ്പിൽ എറിയപ്പെടുന്നതാണ്. പക്ഷേ ഈ രാജാവ് ബുദ്ധിമാനാണ്.
ഈ രാജാവ് ബുദ്ധിമാനാണ്. അദ്ദേഹം രാജാധികാരത്തിൽ കയറിയ ഉടനെ തന്നെ ചെയ്ത പണി എന്താണെന്നറിയുമോ? കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് സമയം ചെലവഴിക്കലല്ല. കൊട്ടാരത്തിലെ സൗകര്യങ്ങളിൽ സ്വയം മറന്നുകൊണ്ട് ജീവിക്കലല്ല ചെയ്തത്. അദ്ദേഹം ആദ്യം തന്നെ ആ നാട്ടിലുള്ള നല്ല തടിമിടുക്കുള്ള ഒരുപാട് ചെറുപ്പക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ഈ കൊടുങ്കാട് നിറഞ്ഞ ദ്വീപിലേക്ക് അവരെ പറഞ്ഞയച്ച് ആ ദ്വീപിലുള്ള എല്ലാ വേട്ടമൃഗങ്ങളെയും കൊന്നൊടുക്കാൻ കൽപ്പിച്ചു. അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ അവിടുത്തെ വേട്ടമൃഗങ്ങളെല്ലാം കൊന്നൊടുക്കപ്പെട്ടു. ഇനി പേടിയില്ല. അടുത്തതായി രാജാവ് പറഞ്ഞു, അവിടുത്തെ മരങ്ങളെല്ലാം നിങ്ങൾ വെട്ടിമാറ്റണം. അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ മരങ്ങളൊക്കെ വെട്ടി മുറിക്കപ്പെട്ടു. ഇപ്പോ ആ ദ്വീപ് വിജനമായ ഒരു ഭൂമിയായി തീർന്നു. കൊടുംകാട് അവിടെ ഇല്ല. അടുത്തതായി രാജാവ് പറഞ്ഞു, ഇനി ആ ദ്വീപിൽ നിങ്ങൾ നല്ല സുന്ദരമായ കൊട്ടാരങ്ങളും കോട്ടകളും മണിമന്ദിരങ്ങളും സൗധങ്ങളും നിങ്ങൾ പണിതുയർത്തണം. നല്ല രത്നങ്ങളും അതുപോലെ മുത്ത് പവിഴ വൈഡൂര്യ മാണിക്യങ്ങളും സ്വർണവും വെള്ളിയും ഒക്കെ കൊണ്ട് അലങ്കരിച്ച ഒരുപാട് കൊട്ടാരങ്ങൾ നിങ്ങൾ ആ ദ്വീപിൽ പടുത്തുയർത്തണം. അങ്ങനെ അതും ദിവസങ്ങൾക്കുള്ളിൽ നടത്തപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഇനി ബാക്കി വരുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ നല്ല നല്ല ചെടികൾ, നല്ല നല്ല പുല്ല്, അങ്ങനെയുള്ള നല്ല മരങ്ങളെ വെച്ച് പിടിപ്പിച്ച് അത് സുന്ദരമായ ഒരു പൂന്തോട്ടമാക്കി മാറ്റണം. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് കൊടും കാട് നിറഞ്ഞിരുന്ന ഒരുപാട് വേട്ടമൃഗങ്ങൾ വിഹരിച്ചിരുന്ന ആ ദ്വീപ് ഒരു നല്ല, ആരും താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല പൂന്തോട്ടമായി തീരുകയാണ്. അങ്ങനെ കൊല്ലം പൂർത്തിയായി. ജനങ്ങളെല്ലാവരും രാജാവിനെ കൊടുങ്കാട്ടിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി കടന്നു വന്നു. അവർ രാജാവിനെ കുളിപ്പിച്ചു, നല്ല അത്തറ് പൂശി, നല്ല വസ്ത്രം ധരിപ്പിച്ചു, കുതിരപ്പുറത്ത് കയറ്റി നാട്ടിലുള്ള ആളുകളോടൊക്കെ യാത്ര പറയാൻ വേണ്ടി ഇറങ്ങുകയാണ്. രാജാവ് എല്ലാവരെയും കണ്ട് നല്ല സന്തോഷത്തോടെ എല്ലാവരുടെയും കൈപിടിച്ച് കുലുക്കി യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ നാട്ടുകാർക്ക് ഭയങ്കരമായ അത്ഭുതം. കാരണം എല്ലാ വർഷവും രാജാക്കന്മാർ യാത്ര പറയുമ്പോ അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആർത്തട്ടഹസിച്ച് നിലവിളിച്ചുകൊണ്ടാണ് യാത്ര പറയാറുള്ളത്. കാരണം അവർക്ക് പോയി കിടക്കാനുള്ളത് ആ കൊടുംകാട്ടിലാണെന്ന് അവർക്കറിയാം. എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ ചെറുപ്പക്കാരനായ രാജാവ് ചിരിച്ചുകൊണ്ടാണല്ലോ യാത്ര പറയുന്നത്. അവർക്ക് അത്ഭുതം തോന്നി. അവർ രാജാവിനോട് ചോദിച്ചു, മഹാരാജാവേ, സാധാരണ എല്ലാ കൊല്ലവും ഇവിടെ യാത്ര പറയുന്ന രാജാക്കന്മാര് കരഞ്ഞു വിളിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് പോവാറുള്ളത്. അവരെ കൊണ്ടുപോയി തള്ളുന്നത് കൊടും കാട്ടിലേക്കാണെന്ന് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണോ? രാജാവ് പറഞ്ഞു, അല്ല കൂട്ടരേ, എന്റെ മുമ്പേ കഴിഞ്ഞു പോയിട്ടുള്ള രാജാക്കന്മാരെല്ലാം മഹാവിഡ്ഢികളായിരുന്നു. കാരണം അവർക്ക് ലഭിച്ച അധികാരത്തിന്റെ ആ സുഖ സൗകര്യങ്ങളിൽ അവർ സ്വയം മറന്നുപോയതാണ്. ഈ അധികാരം തന്നിൽ നിന്നൊരിക്കൽ നഷ്ടപ്പെടുമെന്നും താൻ ഒരു കൊടുംകാട്ടിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നും അവർക്ക് ഓർമ്മയുണ്ടായില്ല. എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഓർമ്മ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ എന്നെ വലിച്ചെറിയാൻ പോകുന്ന ആ കൊടുംകാടില്ലേ, ഇന്നത് ജനങ്ങളെല്ലാവരും താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല പൂന്തോട്ടമാണ്. ഈ രാജാവിനെ കുറിച്ച് നമ്മൾ ബുദ്ധിമാൻ എന്ന് പറയില്ലേ? അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ സുഖങ്ങൾ കഴിഞ്ഞാൽ മരണമെന്ന് പറയുന്ന കൊടുംകാട്ടിലേക്ക് വലിച്ചെറിയപ്പെടാനുള്ള ബോധമുള്ളവനാണ്. ആ കൊടുംകാടിനെ സുന്ദരമായ പൂന്തോട്ടമാക്കി തീർത്തവനാണ്. തന്റെ ജീവിതത്തിന്റെ കാലയളവ് അവസാനിച്ചാൽ ഖബറെന്ന് പറയുന്ന മണ്ണറക്കൂട്ടിൽ ഒറ്റക്ക് തളിക്കപ്പെടുന്നവനാണ് അവനെന്നവൻ ഒറ്റക്ക് കിടക്കേണ്ടവനാണ് അവനെന്നറിയുന്നവനാണ്. അങ്ങനെ ആ ഖബറെന്ന് പറയുന്ന ഭീകരമായ വീടിനെ ഏറ്റവും നല്ല സുന്ദരമായ സ്വർഗീയ ഭവനമാക്കി തീർക്കാൻ ആര് മുന്നോട്ട് വന്നോ അവനാണ് യഥാർത്ഥ ബുദ്ധിമാനെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ഇന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്ത് കഴിക്കണമെന്ന്, എന്ത് കുടിക്കണമെന്ന്, എന്ത് ധരിക്കണമെന്ന്, എങ്ങനെ സംസാരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ന് സിനിമയും സീരിയലുകളുമല്ലേ പ്രിയപ്പെട്ടവരെ? അന്യ നാട്ടിലുള്ളവരുടെ
അന്യനാട്ടിലുള്ളവരുടെ സംസ്കാരങ്ങൾ യാതൊരുവിധ മനസാക്ഷി കുത്തുമില്ലാതെ നമ്മൾ സ്വയം എടുത്തണിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മൂല്യങ്ങൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. സാംസ്കാരികമായ അടിമത്തത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഈ അടുത്ത പത്രങ്ങളിൽ നിങ്ങൾ വായിച്ച ഒരു വാർത്തയിലേക്ക് ഞാൻ നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോവട്ടെ. തെക്കൻ കേരളത്തിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു കുട്ടി തന്റെ സുഹൃത്തിനെ കൈ പിടിച്ചൊന്ന് വലിച്ചതാണ്. കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന സമയത്ത് ഉണ്ടാവുമല്ലോ. അപ്പോ വീഴാൻ പോയപ്പോ ആ കുട്ടി അറിയാതെ അയ്യോ എന്ന് വിളിച്ചു പോയതിന്റെ പേരിൽ ആ കുട്ടിയെ ശിക്ഷിക്കാൻ മലയാളികളായ അധ്യാപകരും മലയാളികളായ കോളേജ് അധികൃതരും മുന്നോട്ട് വന്നാൽ അതിനെക്കുറിച്ച് സാംസ്കാരികമായ അടിമത്തം എന്നല്ലാതെ എന്തു പറയാൻ? പഴയ കാലത്തൊക്കെ പാന്റ് ഉടുത്തിരുന്നത് പൊക്കിളിന്റെ മുകളിലേക്കാണ്. പരമാവധി എത്ര വലിച്ചു കയറ്റാൻ പറ്റുമോ അങ്ങനെയാണ് നമ്മൾ പാന്റ് ഉടുക്കാറുള്ളത്. പക്ഷെ ഇന്ന് പാന്റ് എത്ര വലിച്ചു താത്താൻ പറ്റുമോ അതാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ പൂർവികന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള സംസ്കാരങ്ങൾ എവിടെ പോയി പ്രിയപ്പെട്ടവരെ? എന്നാൽ യൂറോപ്യന്മാരുടെ ചീഞ്ഞളിഞ്ഞ സംസ്കാരത്തിന്റെ പിന്നാലെ പോവാൻ കഴിഞ്ഞ 2-3 പെരുന്നാളുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ മുഖത്തെല്ലാം ഉണ്ടായിരുന്നത് പ്രേമം സ്റ്റൈല് താടിയാണ്. എന്നാൽ പിറ്റേ വർഷമായപ്പോ സ്റ്റൈല് മാറി, പ്രേമം മാറി ചാർലിയായി. അങ്ങനെ പല വിധത്തിലുള്ള മോഡലുകളും പല വിധത്തിലുള്ള രൂപഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. ഹബീബായ തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പ് ലോകത്ത് വന്നിട്ടുള്ള ഒരു സമുദായത്തിന്റെ സംസ്കാരങ്ങൾ നിങ്ങൾ അതുപോലെ ജീവിതത്തിൽ പകർത്തുന്നതാണ്. ശിബറം ബിശിബിരിൻ ബഅം ബിബാഇൻ ദിറാഅം ബിദിറാ. മുഴത്തിന് മുഴമായി ചാണിന് ചാണായി നിങ്ങളുടെ മുമ്പ് ഈ ലോകത്ത് കടന്നു വന്നിട്ടുള്ള സമുദായത്തിന്റെ സംസ്കാരങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതാണ് എന്ന് പറഞ്ഞപ്പോ സ്വഹാബിമാർ ചോദിക്കുകയാണ്, നബിയേ, ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞു വന്ന ഞങ്ങളുടെ മുമ്പ് ലോകത്തേക്ക് കടന്നു വന്ന സമുദായം എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണോ നബിയേ? എന്തൊരു ചോദ്യമാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, അവരല്ലെങ്കിൽ പിന്നെ ആരാണ്? ജൂതന്മാർ, ക്രിസ്ത്യാനികൾ. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ യൂറോപ്യന്മാർ പാന്റ് ഉടുക്കുന്നത് പൊക്കിളിന്റെ മുകളിലാണെങ്കിൽ നമ്മളും പൊക്കിളിന്റെ മുകളിൽ, അവർ പാന്റ് ഉടുക്കുന്നത് പൊക്കിളിന്റെ താഴേക്കാണെങ്കിൽ നമ്മളും അങ്ങനെ. അവര് ധരിക്കുന്ന വസ്ത്രങ്ങൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുകയാണ്. ഇങ്ങനെ ഒരു സാംസ്കാരികമായ അടിമത്തത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ഒരു മാറ്റം നമുക്ക് അത്യാവശ്യമാണ്. ആധുനികമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും യന്ത്രങ്ങളും നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് മൂല്യങ്ങളുണ്ട്. മൊബൈൽ ഫോൺ നമ്മുടെ കീശയിലേക്ക് കടന്നു വന്നപ്പോ നമ്മുടെ മനസ്സിൽ നിന്ന് ചോർന്നു പോയ, പടിയിറങ്ങിപ്പോയ ഒരുപാട് മൂല്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്ന് സത്യസന്ധതയാണ്. സത്യസന്ധത പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാന ഘടകമല്ലേ? പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാന ഘടകമല്ലേ സത്യസന്ധത? എവിടെ പോയി പ്രിയപ്പെട്ടവരെ? ഒരു മനുഷ്യൻ നുണ പറഞ്ഞാൽ ആ നുണയുടെ ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ അവന്റെ അടുത്തുള്ള മലക്കുകളെല്ലാം ഓടി ഒളിക്കുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഒരാൾ നുണ പറഞ്ഞാൽ അയാളുടെ അടുത്തുള്ള മലക്കുകളൊക്കെ ഓടി ഒളിക്കും, ആ നുണയുടെ ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഇത്രയും വലിയ നുണയന്മാരാക്കി മാറ്റിയതിൽ മൊബൈൽ ഫോണിന്റെ പങ്ക് നമുക്ക് നിഷേധിക്കാൻ സാധ്യമാണോ? 8 മണിക്ക് വരാന്ന് പറഞ്ഞതാ, എഴുന്നേറ്റത് തന്നെ 7:50. പിന്നെ അതിന്റെ ഇടയിൽ 10 മിനിറ്റിനുള്ളിൽ എന്തൊക്കെ ചെയ്യണം? അപ്പൊ 7:55 ആയപ്പോ വിളി വരുന്നു, എവിടെ എത്തി? ഞാൻ വന്നു ഞാനിത് ബ്ലോക്ക് ആയിട്ട് കുടുങ്ങിപ്പോയതാണ്. എവിടെ? ഓന് വീടിന്റെ ബാത്റൂമിലുള്ളത്. നുണ പറയാ, പച്ച നുണ പറയാ. ഒരു ഉളുപ്പമില്ലാതെ നുണ പറയാൻ ഈ സമൂഹത്തെ പ്രേരിപ്പിച്ചത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ പിന്നെ എന്താണ് പ്രിയപ്പെട്ടവരെ? 2-3 ദിവസങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരാഴ്ചക്ക് മുമ്പ്, ഒരു ചെറുപ്പക്കാരൻ എന്നോട് വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഉസ്താദ്, വളരെ സങ്കടം പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട ഭാര്യ 7 മാസം മുമ്പ് അല്ലെങ്കിൽ 8 മാസം മുമ്പ് ഞാൻ വിവാഹം ചെയ്ത എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്തോ ഒരു സംശയം എനിക്കുണ്ടായപ്പോ അവളെ ഞാൻ ചോദ്യം ചെയ്തു. ഈ സമയത്ത് അവൾ ഖുർആൻ തൊട്ട് നുണ പറഞ്ഞു ഉസ്താദേ.
അഊദു ബില്ലാഹ്. സഹോദരിമാരെ ശ്രദ്ധിക്കണം, ഖുർആൻ തൊട്ട് നുണ പറഞ്ഞു എന്തൊരു വലിയ ഗൗരവമാണ്. അങ്ങനെ ഞാൻ അവളെ സത്യം ചെയ്യിപ്പിക്കാൻ മാലിക് ദീനാർ ദർഗയിൽ കൊണ്ടുപോയി ആ മഹാനുഭാവനായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട മഹാന്റെ മുമ്പിൽ വെച്ചെങ്കിലും ഇവള് സത്യം പറയുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കൊണ്ടുപോയപ്പോ അവിടെ വെച്ചും അവള് നുണ പറഞ്ഞു. ശേഷം അവളെ ഞാൻ ബാംഗ്ലൂരിലുള്ള തവക്കൽ മസ്താൻ റളിയല്ലാഹു അൻഹുവിന്റെ ദർഗയിൽ കൊണ്ടുപോയി അവിടെ വെച്ചും അവൾ നുണ പറഞ്ഞു. അവസാനം ഞാൻ അവളെ അജ്മീറിൽ കൊണ്ടുപോയി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദിന്റെ രാജകീയ ദർബാറിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അവളോട് ചോദ്യം ചെയ്തപ്പോഴാണ് അവള് സത്യം പറഞ്ഞത്. ഇങ്ങനെ ഉളുപ്പില്ലാതെ നുണ പറയുന്ന ഒരു സമുദായമായി നമ്മൾ മാറിയതിൽ മൊബൈൽ ഫോണിനെ നമുക്ക് മാറ്റി നിർത്താൻ സാധ്യമാണോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ വീടുകളെല്ലാം മലക്കുകൾക്ക് സഞ്ചാരമില്ലാത്ത വീടുകളായി തീർന്നുപോയില്ലേ? നമ്മുടെ വീടുകളെല്ലാം പിശാചിന്റെ താവളങ്ങളായി തീർന്നുപോയില്ലേ? നബിതങ്ങൾ പറഞ്ഞതെന്താ? ലാ തദ്ഖുലുൽ മലായിക, ലാ തദ്ഖുലുൽ മലായിക, മലക്കുകൾ കടന്നു വരില്ല ഫീ ബൈത്തിൻ ഫീഹി കൽബുൻ വലാ സൂറ. നായെ വളർത്തുന്ന വീട്ടിലും അതുപോലെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച വീടുകളിലും ഫോട്ടോകൾ വെച്ചിട്ടുള്ള വീടുകളിലും മലക്കുകൾ കയറി വരില്ല. 24 മണിക്കൂറും ഫോട്ടോകളും വീഡിയോകളും പ്രദർശിപ്പിക്കുന്ന ടെലിവിഷൻ നമ്മുടെ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഡൈനിങ് ഹാളിൽ സ്ഥാനം പിടിച്ചാൽ ആ വീട്ടിൽ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ മലക്കുകൾ കയറി വരിക? എങ്ങനെ വരും? ചിന്തിക്കണം നമ്മൾ. മലക്കുകളില്ലാത്തടത്ത് കടന്നു വരുന്നത് പിശാചാണ്. പിശാചുള്ളിടത്ത് ബർക്കത്തില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ബർക്കത്തില്ലാത്തവരും കെട്ടിടങ്ങളായി നമ്മുടെ വീടുകൾ മാറിപ്പോവുകയാണ്. എന്തിനേറെ പറയണം, നമ്മളെല്ലാം സഞ്ചരിക്കുന്ന ശവങ്ങളായി തീർന്നുപോയില്ലേ? നമ്മളൊക്കെ സഞ്ചരിക്കുന്ന മയ്യത്തുകളാണിന്ന്. നമ്മളിങ്ങനെ ഇരിക്കുന്നു, കിടക്കുന്നു, സംസാരിക്കുന്നു, നടക്കുന്നു, ചിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. പക്ഷേ നമ്മളെല്ലാം സഞ്ചരിക്കുന്ന ശവശരീരങ്ങളായി തീർന്നിരിക്കുകയാണ്. നമ്മുടെ വീടുകളെല്ലാം ചുടലപ്പറമ്പുകളായി മാറിയിരിക്കുകയാണ്. ഒരു മാറ്റം നമുക്ക് അനിവാര്യമാണ്. ഒരു മാറ്റം നമുക്ക് അനിവാര്യമാണ്. ആധുനികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് ഒരു മാറ്റം അനിവാര്യമാണ്. നബിതങ്ങൾ പറഞ്ഞിട്ടുള്ളത് മസലുൽ ലദീ യദ്കുറു റബ്ബഹു വമസലുൽ ലദീ ലാ യദ്കുറു. അല്ലാഹുവിനെ ഓർക്കുകയും അല്ലാഹുവിനെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്ന രണ്ടാളുകൾ തമ്മിലുള്ള വ്യത്യാസം കമസലിൽ അഹ്യാഇ വൽ അംവാത്. ജീവനുള്ളവനും മരിച്ചുപോയവനും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മളൊക്കെ മനസ്സറിഞ്ഞുകൊണ്ടൊരു ദിക്ർ ചൊല്ലിയിട്ട് എത്ര ദിവസങ്ങളായി? നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ഖുർആൻ എടുത്ത് പാരായണം ചെയ്തിട്ട് എത്ര ദിവസങ്ങളായി? നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് എത്ര ദിവസങ്ങളായി? പരിശുദ്ധമായ ഇശാ മഗ്രിബിന്റെ ഇടയിൽ പോലും പ്രിയപ്പെട്ടവരെ തൗഹീദിന്റെ കോട്ട കൊത്തളങ്ങളാവേണ്ട നമ്മുടെ വീടുകൾ ശിർക്കിന്റെ കൂടാരങ്ങളായി തീർന്നില്ലേ? ഇശാ മഗ്രിബിന്റെ ഇടയിൽ സൂറത്തുൽ മുൽക്കും അതുപോലെ സൂറത്തു സജദയും പാരായണം ചെയ്യപ്പെടേണ്ട നമ്മുടെ വീടുകൾ ഇന്ന് സിനിമകളുടെയും സീരിയലുകളുടെയും അന്യ മതസ്ഥരുടെ മതപരമായ ആഘോഷങ്ങളുടെയും കേളി രംഗങ്ങളായി തീർന്നുപോയില്ലേ? തൗഹീദിന്റെ കോട്ട കൊത്തളങ്ങളായ നമ്മുടെ വീടുകൾ ശിർക്കിന്റെ കൂടാരങ്ങളായി തീരുകയാണ്. അതിന്റെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ശബരിമല സീസൺ ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഹൈന്ദവ സഹോദരന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ അവര് മനസ്സ് ഒന്നും വിചാരിക്കരുത്. ഞാനൊരു ഉദാഹരണം പറയാം. ശബരിമല സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ ടിവികളിലൊക്കെ ഉള്ളത്, ചാനലുകളിലൊക്കെ വരുന്നത് പ്രധാനമായും ശബരിമലയെ ആ കവർ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും. പ്രത്യേകിച്ച് ഏത് സമയത്ത്? 7 മണി 8 മണി സമയത്ത്. കാരണം ആളുകൾക്ക് ടി വി കാണുന്ന സമയം അതാണ്. എന്ന് പറഞ്ഞാൽ ഇശാ മഗ്രിബിനിടയിൽ സൂറത്തുൽ മുൽക്കിന്റെ മന്ത്രധ്വനികൾ അലകടിക്കേണ്ട നമ്മുടെ വീടുകൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ യേശു ഭഗവാനെ യേശു ദേവനെ വിളിച്ചുകൊണ്ടുള്ള ഗാനങ്ങളാൽ മുഖരിതമാണ്. അങ്ങനെ തൗഹീദിന്റെ കോട്ടകളാവേണ്ട നമ്മുടെ വീടുകൾ ശിർക്കിന്റെ കൂടാരങ്ങളായി തീരുകയാണ്. അല്ലാഹു നമുക്ക് നന്നാവാനുള്ള സന്മനസ്സു തരട്ടെ. ഈ മരിച്ച വീടുകളിലൊക്കെ നമ്മൾ ചെന്ന് നോക്കിയാൽ വീട്ടിൽ ആരെങ്കിലൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ടി വി ഉണ്ടെങ്കിൽ അവിടെ ഡൈനിങ് ഹാളിൽ വെച്ചിട്ടുള്ള ടി വി ഇങ്ങനെ സുഖസുന്ദരമായൊരു പുതപ്പിട്ട് മൂടി വെച്ചിട്ടുണ്ടാവും, അല്ലേ?
എന്താ കാരണം? ഇത് മരിച്ച വീട്ടിൽ ഉണ്ടാവാൻ പാടില്ലാത്തൊരു സാധനമാണ്. ഇതൊരു മോശപ്പെട്ട വസ്തുവാണ്. മരിച്ച വീടാകുമ്പോ ആ വീട്ടിൽ കാണപ്പെടാൻ പാടില്ലാത്ത ഒരു സാധനമായതുകൊണ്ടാണല്ലോ അത് മൂടി വെച്ചത്. പിന്നെ എന്തിനാ നമ്മുടെ വീട്ടിൽ അതിങ്ങനെ വെക്കുന്നത്? പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിൽ അത് വെക്കുന്നത്? അതുകൊണ്ട് എന്തുപകാരമാണ് നമുക്കുള്ളത്? നമ്മൾ സാധാരണ പറയാറുള്ള ഒരു ന്യായം, വാർത്തകളൊക്കെ അറിയണ്ടേ? വാർത്തകളൊക്കെ അറിയണ്ടേ? ഈ വാർത്തകൾ, ലോകത്ത് നടക്കുന്ന എല്ലാ വാർത്തയും അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ? മാത്രമല്ല, മുമ്പിലിരിക്കുന്ന ആളുകളെ പൊട്ടന്മാരാക്കുന്ന രീതിയിലാണല്ലോ ചാനലുകളിൽ രാവിലെ വന്ന വാർത്ത തിരിച്ചും മറിച്ചും തിരിച്ചും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആളുകളെ പൊട്ടീസാക്കുന്ന ഒരു തരം രീതി. ഞാൻ പോയി എടുത്ത് ഒരു തമാശ കഥ കേട്ടു. അതായത് ഒരു ആട്ടിടയനെ ഒരു TV അവതാരകൻ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര ആടുകളുണ്ട്? അപ്പൊ പറഞ്ഞു, അപ്പൊ ഈ കർഷകൻ തിരിച്ചു പോയിക്കാണ്, കറുത്താടോ വെളുത്താടോ? അപ്പൊ അവതാരക പറഞ്ഞു, കറുത്താട് എത്ര ഉണ്ട്? 5 എണ്ണം. വെളുത്താടോ? 5 എണ്ണം. രണ്ടാമത്തെ ചോദ്യം, ഈ ആടുകൾക്ക് നിങ്ങൾ എന്താണ് കൊടുക്കാറുള്ളത്? അപ്പൊ അയാൾ വീണ്ടും, കറുത്താടുകൾക്കോ വെളുത്താടുകൾക്കോ? അപ്പൊ അവതാരക പറഞ്ഞു, കറുത്താടുകൾക്ക് എന്താ കൊടുക്കാറുള്ളത്? കറുത്താടുകൾക്ക് പിണ്ണാക്കാണ് കൊടുക്കുക. അപ്പൊ വെളുത്താടുകൾക്കോ? വെളുത്താടുകൾക്കും പിണ്ണാക്കാനാണ് കൊടുക്കുന്നത്. വീണ്ടും ചോദിച്ചു, ഈ ആടുകൾ നിങ്ങൾക്ക് എത്ര പാല് തരും? അപ്പൊ ചോദിച്ചു, കറുത്താടോ വെളുത്താടോ? അപ്പോൾ TV അവതാരങ്ങൾ വീണ്ടും, കറുത്താടുകൾ എത്ര പാല് തരും? കറുത്താടുകൾ 1 ലിറ്റർ പാല് തരും. വെളുത്താടുകൾ 1 ലിറ്റർ പാല് തന്നെയാണ് തരുന്നത്. അങ്ങനെ ഇത് എന്ത് ചോദിക്കുമ്പോഴും കറുത്താടോ വെളുത്താടോ ഈ ചോദ്യമാണ്. അവസാന ദേഷ്യം പിടിച്ച് TV അവതാരകൻ ഇയാളോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ആളെ പൊട്ടനാക്കുകയാണോ? നിങ്ങൾ ആളെ പൊട്ടനാക്കുകയാണോ? എന്ത് ചോദിച്ചാലും കറുത്താട് വെളുത്താട്, ഉത്തരമൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ സമയത്ത് ഈ കർഷകൻ ആ മൈക്കും എല്ലാം ഇങ്ങോട്ട് ഊരിട്ട് പറഞ്ഞു, സഹോദര, ഇതേ പരിപാടിയാണ് നിങ്ങൾ ഞങ്ങളെ കൊണ്ടും ചെയ്യുന്നത്. രാവിലെ പറഞ്ഞ കാര്യം തന്നെയാണ് ഉച്ചക്ക്, അത് തന്നെയാണ് വൈകുന്നേരം, അത് തന്നെയാണ് രാത്രി. അതിങ്ങനെ തിരിച്ചും മറിച്ചു വിട്ട് ആളുകളുടെ സമയം കളഞ്ഞ് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന ഒരു പരിപാടി. അതുകൊണ്ട് വാർത്തകൾ അറിയാൻ എന്നുള്ള ന്യായം അവിടെ സ്വീകാര്യമല്ല. കാരണം എത്ര പത്രങ്ങളുണ്ട്. ഞാൻ TV കാണാറില്ല. ഞാനിത് മാത്രമല്ല, അവിടെ ഇരിക്കുന്ന ഉസ്താമാരൊന്നും കാണാറില്ലല്ലോ. എന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഏതെങ്കിലും വാർത്തകൾ അറിയാത്തതുണ്ടോ? ഇല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ്, ഏത് ന്യായത്തിന് വേണ്ടിയാണ് അത്തരം ഒരു ചെകുത്താൻ പെട്ടി അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ, നമ്മുടെ ജീവിതത്തെ തകർത്തു കളയുന്ന ടെലിവിഷൻ നമ്മുടെ വീടുകളിൽ നിന്ന് പാടെ ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഈ വഴല് കേട്ടിട്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ, ഒരൊറ്റ വീട്ടിൽ TV വേണ്ട എന്ന് തീരുമാനിച്ചാൽ അൽഹംദുലില്ലാ, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ നടത്തിയത് മുതലാവും. എന്റെ വീട്ടിൽ TV ഇല്ല, എന്റെ അനുഭവം പറയാലോ. എന്റെ വീട്ടിൽ TV ഇല്ല, ഇൻഷാ അല്ലാഹ് എന്റെ മരണം വരെ ആ ഒരു സാധനം എന്റെ വീട്ടിൽ കയറില്ല എന്ന് ശപഥം ചെയ്തിരിക്കുകയാണ്. അതുപോലെ ശപഥം ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മുന്നോട്ട് വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള സന്മനസ്സ് തരുമാറാവട്ടെ. നന്മകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാവട്ടെ. സഹോദരന്മാരെ, ഈ സമൂഹത്തിൽ ഇത്രയും കൂടുതൽ കുറ്റകൃത്യങ്ങൾ പെരുകിയതിൽ സിനിമയുടെയും സീരിയലിന്റെയും പങ്ക് നമുക്ക് നിഷേധിക്കാൻ സാധ്യമാണോ? നമ്മുടെ സമൂഹത്തിൽ ഇത്രയും കൂടുതൽ കുറ്റകൃത്യങ്ങൾ, സ്വന്തം പിതാവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത മക്കൾ ജീവിക്കുന്ന നാട്ടിലാണ് നമ്മളുള്ളത്. സ്വന്തം ഉപ്പയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന മക്കൾ, കുടുംബ സ്വത്ത് തട്ടിയെടുക്കാൻ പ്രായമായ തന്റെ മാതാവിനെ, പ്രായമായ തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ജനങ്ങളെല്ലാവരും നടന്നു പോകുന്ന വഴിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇറച്ചി വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മാതാവിനെ വളരെ ക്രൂരമായി വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയ മനുഷ്യ മൃഗങ്ങൾ ജീവിക്കുന്ന നാട്ടിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഇവരെയൊക്കെ ഇത്രയും വലിയ കുറ്റവാളികളാക്കിയതിൽ സിനിമയുടെയും സീരിയലിന്റെയും പങ്ക് നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. നമുക്കറിയാലോ, മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും അതിർത്തി പ്രദേശമായ ചേലേമ്പ്രയിലെ സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കിൽ ഒരു വലിയ പകൽ കൊള്ള നടക്കുകയാണ്. 8 കോടിയോളം രൂപയുടെ സ്വർണമാണ് അവിടെ നിന്ന് കൊള്ള ചെയ്തു കൊണ്ടുപോയത്. കേരളത്തിൽ അത്രയും വലിയ ഒരു കൊള്ള നടന്നിട്ടില്ല. 8 കോടി രൂപയുടെ സ്വർണമാണ് അവിടെ നിന്ന് കൊണ്ടുപോയത്. അപ്പൊ അതിൽ ഒന്നാമത്തെ പ്രതിയെ പിടിച്ചപ്പോ പേര് ജോസഫ് എന്നാണ്. ജോസഫോ അല്ലെങ്കിൽ തോമസോ, അയാൾ പറഞ്ഞു, ഞാനിത് പഠിച്ചത് ബോളിവുഡ് സിനിമയായ ധൂമിൽ നിന്നാണ്. ചെറുപ്പക്കാർക്ക് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ബോളിവുഡ് സിനിമയിൽ നിന്നാണ് ഞാനിത് പഠിച്ചത്. മലപ്പുറം ജില്ലയിലെ തന്നെ നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ ഒരു കൊലപാതകം നടന്നു.
ആ ഓഫീസ് അടിച്ചുവാരി വൃത്തിയാക്കുന്ന രാധ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും മൃതദേഹം ചാക്കിൽ കെട്ടിയിട്ട് ഓഫീസ് കെട്ടിടത്തിന്റെ പുറത്തുള്ള കുളത്തിലെ വെള്ളത്തിൽ കെട്ടിത്താഴ്ത്തുകയും ചെയ്തു. പ്രതിയെ പിടിച്ചപ്പോ പറഞ്ഞു, ഞങ്ങൾക്കത് മലയാളത്തിലെ ഒരു സിനിമയിൽ നിന്ന് ഞങ്ങൾ കണ്ടുപഠിച്ചതാണ്. ഇങ്ങനെ കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും സ്വന്തം മാതാവിന്റെ ഗർഭപാത്രം പോലും ചവിട്ടി പൊട്ടിക്കുന്ന രൂപത്തിൽ തനിക്ക് 10 മാസം ഇടത്താവളം നൽകിയ മാതാവിന്റെ വയറ്റത്ത് പോലും ചവിട്ടുന്ന മക്കൾ നമ്മുടെ കൺമുമ്പിൽ വളർന്നു വരുന്നത് പ്രിയപ്പെട്ടവരെ സിനിമയും സീരിയലും പഠിപ്പിച്ച സംസ്കാരങ്ങളിലൂടെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതിൽ നിന്നൊരു മാറ്റം നമുക്ക് അനിവാര്യമാണ്. ദുനിയാവിലെ കളികൾക്കും വിനോദങ്ങൾക്കും വേണ്ടി സമയം കൊല്ലുന്ന നമ്മൾ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഒരൊറ്റ വാക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണേ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അദ്ദുനിയാ മൽഊന, അദ്ദുനിയാ മൽഊന. ദുനിയാവെന്ന് പറയുന്നത് ശപിക്കപ്പെട്ട ഒരു ലോകമാണ്. ദുനിയാവ് ശപിക്കപ്പെട്ട ഒരു ലോകമാണ്. മൽഊനും മാ ഫീഹാ, ഈ ദുനിയാവിലുള്ള എല്ലാം ശപിക്കപ്പെട്ടതാണ്. ദുനിയാവിലെ എല്ലാം ശപിക്കപ്പെട്ടതാണ്. പക്ഷേ ഇല്ലാ ദിക്റുല്ലാഹി വമാ വാലാ, അല്ലാഹുവിന്റെ ദിക്റൊഴികെ പടച്ചവന്റെ ദിക്റല്ലാത്ത ഭൂമി ലോകത്തുള്ള എല്ലാം ശപിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു ശപിച്ചിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ പിന്മാറുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, ഹത്താ സുർതുമുൽ മഖാബിർ. ജീവിതത്തിന്റെ സുഖങ്ങൾ പരസ്പരം, ജീവിതത്തിന്റെ സുഖങ്ങളിൽ നിങ്ങൾ മത്സരിക്കുന്നത് അല്ലാഹുവിൽ നിന്ന് നിങ്ങളെ അകറ്റിയിരിക്കുകയാണ്. ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ മരിച്ചു മണ്ണടിഞ്ഞു പോകുന്നത് വരെ ജീവിതത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള പരസ്പര മത്സരവും നിങ്ങളുടെ ഓടിപ്പാച്ചിലും അവസാനിക്കില്ല. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഈ ആയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് ഞാൻ സാന്ദർഭികമായി പറയട്ടെ. ഇന്ന് നമ്മളിപ്പോ ഈ സദസ്സിൽ വന്നിരുന്നത് കൊണ്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരാണ് പറയുന്നത്. ഈ സൂറത്ത് അൽഹാകുമുത് തകാസുർ എന്നുള്ള സൂറത്ത് ഒരു ദിവസം ഒരു രാത്രിയിൽ ഒരാൾ പാരായണം ചെയ്താൽ അയാൾക്ക് 1000 ആയത്തുകൾ ഓതിയ പ്രതിഫലം ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബിമാരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു രാത്രിയിൽ 1000 ആയത്ത് ഓതാൻ കഴിയോ? സ്വഹാബിമാര് ചോദിച്ചു, നബി എങ്ങനെയാ 1000 ആയത്ത് ഓതുന്നത്? ഒരു ജുസ്ഇൽ ഏകദേശം 100 ആയത്തുകളാണ് ഉണ്ടാവുക, 100-110 ആയത്തുകളൊക്കെയാണ് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോ 1000 ആയത്ത് എന്ന് പറഞ്ഞാൽ 9 ജുസ് അല്ലെങ്കിൽ 10 ജുസിനോട് അടുത്ത് വരില്ലേ? ഒരു രാത്രി എങ്ങനെ ഓതി തീർക്കാനാണ്? നബി തങ്ങൾ പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾ സൂറത്തുൽ തകാസുർ ഒരു തവണ പാരായണം ചെയ്താൽ 1000 ആയത്ത് നിങ്ങൾക്ക് ഓതിയ പ്രതിഫലമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ തീരുമാനമെടുക്കണം, രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ തകാസുർ പാരായണം ചെയ്യുമെന്ന്. ഉറപ്പല്ലേ? തീരുമാനം എടുത്തോ? എന്നാ നല്ല ശബ്ദത്തിൽ ഒരു ഇൻഷാ അല്ലാഹ് പറയൂ. പോരാ, ശബ്ദം പോരാ, നല്ല ശബ്ദത്തിൽ ഒന്നുകൂടെ പറയൂ. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ എല്ലാ രാത്രിയിലും സൂറത്തുൽ തകാസുർ 1/2 മിനിറ്റ് പോലും സമയം വേണ്ട. അതുകൊണ്ട് അതിന്റെ ഉദ്ഘാടനം നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. എല്ലാവരും എന്റെ കൂടെ ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. 1000 ആയത്ത് ഓതിയ പ്രതിഫലം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ.
ഇന്നിപ്പോ ഈ ന്യൂ ഇയറിന്റെ രാത്രിയിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് കൊണ്ട് വലിയ ഭാഗ്യം നമുക്ക് കിട്ടി. 1000 ആയത്ത് ഈ രാത്രിയിൽ ഓതാൻ നമുക്ക് കിട്ടി. ഈ സൂറത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറയുന്ന ആയത്ത് ഏതാണ്? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. രാജാതിരാജനായ തമ്പുരാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളെല്ലാം വളരെ കൃത്യമായി നിങ്ങളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുന്നതാണ്. മൊബൈലിനെ കുറിച്ച് അല്ലാഹു ചോദിക്കും, ഇന്റർനെറ്റിനെ കുറിച്ച് അല്ലാഹു ചോദിക്കും, ടിവിയെ കുറിച്ച് അല്ലാഹു ചോദിക്കും, എല്ലാവിധ സൗകര്യങ്ങളെ കുറിച്ചും അല്ലാഹു ചോദിക്കുന്നതാണ്. നമ്മുടെ സമയത്തെ കുറിച്ച് അല്ലാഹു ചോദിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ ഉമരിഹി ഫീമാ ഫനാ. നാളെ ഖിയാമത്ത് നാളിൽ പടച്ചവന്റെ മുമ്പിൽ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരോടും അവന് നൽകിയിട്ടുള്ള ആയുസ്സിനെ കുറിച്ച് അല്ലാഹു ചോദിക്കുന്നതാണ്. ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാൻ നമുക്ക് സാധ്യമല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് രക്ഷയില്ല. 50 വർഷം ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഏകദേശം 18,250 ദിവസങ്ങളും 4,38,000 മണിക്കൂറുകളും 2,62,80,000 മിനിറ്റുകളും 157,68,00,000 സെക്കൻഡുകളും അയാളുടെ ജീവിതത്തിലുണ്ട്. 50 കൊല്ലം ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ 157,68,00,000 സെക്കൻഡുകളുണ്ട്. അല്ലാഹു ചോദിക്കും ഓരോ സെക്കൻഡിനെ കുറിച്ചും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ പറയാൻ നമുക്ക് നല്ല മറുപടി ഉണ്ടാവണം. അല്ലാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. ചിരകാലം ഭൂമിയിൽ വാഴാമെന്നോ കരുതല്ലേ, ചിരിയും കളിയുമായി ജീവിതത്തെ നീ തീർക്കല്ലേ. ചിരകാലം ഭൂമിയിൽ വാഴാമെന്നോ കരുതല്ലേ, ചിരിയും കളിയുമായി ജീവിതത്തെ നീ തീർക്കല്ലേ. അതുകൊണ്ട് ചിരിയും കളിയും വിനോദവും എന്റർടൈൻമെന്റുകളും എൻജോയ്മെന്റുകളും ടൈം പാസുകളും നേരം പോക്കുകളുമായി നമ്മുടെ സമയത്ത് നമ്മൾ കൊന്നുകളഞ്ഞാൽ നാളെ പടച്ചവന്റെ മുമ്പിൽ നമുക്ക് മറുപടി ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ കൃത്യമായ മറുപടി പറയാതെ അല്ലാഹു നമ്മെ അനങ്ങാൻ അനുവദിക്കില്ല. അല്ലാഹു നമ്മുടെ ഹിസാബൊക്കെ എളുപ്പമാക്കി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നദ് ദുനിയാ ദാറു മൻ ലാ ദാറ ലഹു. ദുനിയാവെന്ന് പറയുന്നത് ഒരു വീടുമില്ലാത്തവന്റെ വീടാണ്. മാലുമല്ലാ മാല ലഹു, ഒരു സമ്പത്തുമില്ലാത്തവന്റെ സമ്പത്താണ്. വലഹാ യജ്മഉ മൻ ലാ അഖ്ല ലഹു. ആ ദുനിയാവിനെ സമ്പാദിക്കുന്നതും ആ ദുനിയാവിന് വേണ്ടി പരസ്പരം പടവെട്ടുന്നതും ദുനിയാവിന് വേണ്ടി പരസ്പരം മത്സരിക്കുന്നതും ബുദ്ധിയില്ലാത്ത പമ്പര വിഡ്ഢികൾ മാത്രമാണ്. കഴിഞ്ഞ 2 റമദാനുകൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയെ നടുക്കിയ കൊലപാതകം നടക്കുകയുണ്ടായി. 3 ചെറുപ്പക്കാർ, 3 മുസ്ലിം ചെറുപ്പക്കാരാണെന്നാണ് എന്റെ ഓർമ്മ. 2 പേർ ഏതായാലും മുസ്ലിമീങ്ങളാണ്. ഒരു സഹോദരന്റെ പേര് നഫീർ എന്നാണ്, തലശ്ശേരിക്കാരനാണ്. ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ കരുതും ഞാൻ കാസർഗോഡുകാരനാണ്. ഇവിടെ മറ്റെന്താ പറയാ, ബോർഡുമേലുള്ളത് ഞാൻ കാസർഗോഡാണ്. ഞാൻ കാസർഗോഡ് എന്നല്ല, ഞാനിവിടെ കീശ്ശേരിയാണ്. കൊണ്ടോട്ടി അടുത്ത് കീശ്ശേരി പുളിയക്കോട് എന്നാണ് എന്റെ സ്ഥലത്തിന്റെ പേര്. അപ്പൊ ഈ വിഷയങ്ങൾ അനുഭവങ്ങളൊക്കെ ഞാൻ കാസർഗോഡുള്ളത് പറയുന്നത്, ഞാൻ അവിടെയാണ് 2-3 കൊല്ലമായി ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അപ്പോ എന്താണ് ഇവരുടെ പ്രശ്നം? ദുബായിൽ നിന്നും 3 കിലോ സ്വർണവുമായി മംഗലാപുരം എയർപോർട്ടിൽ വന്നിറങ്ങിയ സ്വർണത്തിന്റെ കാരിയർമാരാണ് ഇവർ 3 പേരും. പക്ഷേ നാട്ടിലെത്തിയ ശേഷം ഉടമക്ക് സ്വർണം കൈമാറുന്നതിന് പകരം ആ സ്വർണവുമായി അവർ മുങ്ങി.
അതിന്റെ പ്രതികാരം തീർക്കാൻ ഈ 3 ചെറുപ്പക്കാരെയും പരിശുദ്ധമായ റമദാനിൽ അവരെ നുണ പറഞ്ഞ് ചതിപ്രയോഗത്തിലൂടെ അവരെ മംഗലാപുരത്തെ ഒരു ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തി ശരീരം ഒരു ചാക്കിൽ കെട്ടിയിട്ട് കാറിന്റെ ഡിക്കിയിലിട്ട് കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾ താമസിക്കാത്ത ഒരു നാട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടുകയാണ്. ولها وعليها يعادي من لا علم له. ദുനിയാവിന്റെ പേരിൽ പരസ്പരം ശത്രുത വെക്കുന്നവർ വിവരം കെട്ട വിഡ്ഢികളും വിവരദോഷികളുമാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. പക്ഷേ ആ വിശ്വാസം ഉണ്ടാവും. പക്ഷേ കടം തിരിച്ചു കൊടുക്കുന്നതിന് പകരം കടം വാങ്ങിയ മനുഷ്യൻ ചെയ്തതെന്താ? തന്റെ പ്രിയപ്പെട്ട സ്നേഹിതനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അയാൾക്ക് മയക്കുമരുന്ന് കലർത്തിയ വെള്ളം കൊടുത്ത് അയാളുടെ ശരീരത്തെ ബാത്റൂമിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി ശരീരം അയാളെ കൊലപ്പെടുത്തിയിട്ട് ശരീരത്തിലെ ഓരോ അവയവങ്ങളും 100 കണക്കിന് കഷ്ണങ്ങളാക്കി വെട്ടി 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 നുറുക്കിയിട്ട് ഓരോ കഷ്ണങ്ങളും പ്ലാസ്റ്റിക്കിന്റെ കവറിലാക്കി തന്റെ വീടിന്റെ മുറ്റത്ത് കുഴിച്ചിടുകയാണ്. വിവരദോഷികൾ ദുനിയാവിന് വേണ്ടി പരസ്പരം പടവെട്ടുന്നതാണ്. എന്നാൽ അറിയണേ പ്രിയപ്പെട്ടവരെ, കിഴ്ശ്ശേരി ഉസ്താദെന്നും തൃപ്പനച്ചി ഉസ്താദും എന്നൊക്കെ നമ്മൾ പറയുന്ന ബഹുമാനപ്പെട്ട വലിയുല്ലാഹി തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ മഹാനവറുകളിൽ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ അദ്ദേഹത്തിന്റെ പള്ളിയുടെ റൂമിന്റെ ഒരു മൂലയിൽ ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട രൂപത്തിൽ 3 കിലോ സ്വർണം ഇങ്ങനെ കിടക്കുന്നത് കാണുകയാണ്. മരിച്ചുപോയപ്പോ കണ്ടതാ. ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട രൂപത്തിൽ 3 കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റിൽ ഏകദേശം 1 കോടിയോളം രൂപ വില വരുന്ന സ്വർണമാണത്. അതോടൊപ്പം തന്നെ അവിടെ കറൻസി നോട്ടുകളൊക്കെ ചെതലരിച്ച് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അത് വേണ്ട. കാരണം അദ്ദേഹം ബുദ്ധിയുള്ളവരാണ്, ബുദ്ധിയുള്ള വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇതേ വില വരുന്ന 3 കിലോ സ്വർണത്തിന് വേണ്ടിയാണ് തലശ്ശേരിക്കാരനായ നഫീർ അടക്കം 3 ചെറുപ്പക്കാർ ജീവൻ കൊടുത്തത്. ചിന്തിക്കണം, രണ്ടും മുസ്ലിം സമുദായത്തിലെ 2 പ്രതീകങ്ങളാണ്. ഒന്നാമത്തെ പ്രതീകത്തിൽ നിന്ന് രണ്ടാമത്തെ പ്രതീകത്തിലേക്ക് ഒരു മാറ്റം നമുക്ക് അനിവാര്യമാണ് പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ വിവരദോഷികളായി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവാനും അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റവാളികളായി തീരാനും മാത്രമായിരിക്കും നമ്മുടെ നിയോഗം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ തങ്ങൾ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, യാ അബൂ ഹുറൈറ, അല്ലയോ അബൂ ഹുറൈറ, അലാ ഉരിയക ദുനിയാ ജമിഅഹാ, എന്താണ് ദുനിയാവെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ? എന്താണ് ദുനിയാവെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ? അപ്പോ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, അതേ വേണം നബിയേ. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഖദ ബിയദി, നബി തങ്ങൾ എന്റെ കൈ പിടിച്ചു. നബി തങ്ങൾ എന്റെ കൈ പിടിച്ചു എന്നിട്ട് കൊണ്ടുപോവുകയാണ്. ഫഅതാ ബി വാദിയം മിൻ ഔദിയത്തിൽ മദീന, മദീനയിലെ ഒരു മലഞ്ചരിവിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. ഫഇദാ മിസ്ബലത്തുൻ, അതൊരു കുപ്പത്തൊട്ടിയാണ്, അതൊരു ചപ്പ് ചവറ് കൂനയാണ്. കുപ്പത്തൊട്ടിയിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. അവിടെ മുൻകാലത്ത് മരിച്ചു പോയിട്ടുള്ള ഒരുപാട് ജനങ്ങളുടെ തലയോട്ടികൾ അവിടെയുണ്ട്. അതുപോലെ ഒരുപാട് നുരുമ്പി തുടങ്ങിയ എല്ലുകളുണ്ട്, കീറക്കഷ്ണങ്ങളുണ്ട്, പഴം തുണികളുണ്ട്. അതുപോലെ തന്നെ ജീവികളുടെയും മനുഷ്യരുടെയും കാഷ്ടങ്ങളുണ്ട്. ആ ചപ്പ് ചവറിന്റെ കൂനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറയുകയാണ്, ഹാദിഹി ദുനിയാ, ഇതാണ് ദുനിയാവ്. അല്ലയോ അബൂ ഹുറൈറ, നിങ്ങൾ കാണുന്നില്ലേ ഒരുപാട് തലയോട്ടികൾ? ആ തലയോട്ടികളെല്ലാം ഒരു കാലത്ത് ജീവനുള്ള തലയോട്ടികളായിരുന്നു. അവയുടെ ഉള്ളിലെല്ലാം തലച്ചോറുകൾ ഉണ്ടായിരുന്നു. അവകൾക്കെല്ലാം ചിന്തയും വികാരവും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ സ്വപ്നങ്ങളെയും ലോകത്ത് ബാക്കി വെച്ച് അവരല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി പോയവരാണ്.
ഇതാണ് ദുനിയാവ്, ഇതാണ് ദുനിയാവെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഇനി ഒരല്പസമയം കഴിഞ്ഞാൽ ഫഇന്നഹാ സ്വായിറത്തുൻ റമാ ثم هي عظام ثم هي صائرة رمادا. ഇനി ഇവയെല്ലാം മണ്ണിൽ അലിഞ്ഞു ചേരുന്നതാണ്. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് മോഹങ്ങളുമായി ലോകത്ത് ജീവിച്ചവർ എല്ലാ മോഹങ്ങളെയും ലോകത്ത് ബാക്കിയാക്കി കടന്നുപോയി. അവര് മണ്ണോടലിഞ്ഞു ചേരുകയാണ്. മണ്ണിനാൽ പടച്ചുള്ള നിന്നെ മണ്ണിലേക്കല്ലോ മടങ്ങുന്നു പിന്നെ. മണ്ണിനാൽ പടച്ചുള്ള നിന്നെ മണ്ണിലേക്കല്ലോ മടങ്ങുന്നു പിന്നെ. ഈ മണ്ണിൽ നിന്നും വീണ്ടും ഉയരേകി അഹദവൻ നാളെ വിളിക്കുന്നു നിന്നെ. ഈ മണ്ണിൽ നിന്നും വീണ്ടും ഉയരേകി അഹദവൻ നാളെ വിളിക്കുന്നു നിന്നെ. മണ്ണിനാൽ പടച്ചുള്ള നിന്നെ മണ്ണിലേക്കല്ലോ മടങ്ങുന്നു പിന്നെ. ജീവിച്ചു കൊതി തീർന്നിട്ടില്ലാത്ത ഒരുപാട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പ്രിയപ്പെട്ടവരെ ആരോടും യാത്ര പറയാതെ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോവുകയാണ്. എന്റെ സ്വന്തം മഹല്ലിൽ, ഞാൻ താമസിക്കുന്ന മഹല്ലിൽ, അതിന്റെ പേര് ആക്കപ്പറമ്പ്. ഈ അടുത്തൊരു ആക്കപ്പറമ്പുണ്ടല്ലോ. അപ്പോ എന്റെ നാട്ടിൽ, എന്റെ സ്വന്തം മഹല്ലിൽ 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി ഉച്ച സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങിയതാണ്. അസറിന്റെ സമയമാകുമ്പോ ഭർത്താവിന്റെ ഉമ്മ വന്ന് വിളിക്കുകയാണ്. പക്ഷേ ഉണരുന്നില്ല. ഒരുപാട് തവണ കുലുക്കി വിളിച്ചു നോക്കി. പക്ഷേ 2 മക്കളുടെ, പിഞ്ചു മക്കളുടെ ഉമ്മയായ ആ യുവതി, 30 വയസ്സുള്ള യുവതി ഉണരുന്നില്ല. അവസാനം ചുമരിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുന്ന അവരുടെ ശരീരം ഇങ്ങോട്ട് മറിച്ചിട്ടപ്പോ സുബ്ഹാനല്ലാഹ്, മൂക്കിലൂടെ രക്തം വന്നുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു മരിച്ചിട്ട് സമയങ്ങൾ കഴിഞ്ഞു. എന്താ കാരണം? ഉറക്കത്തിനിടയിൽ ഷുഗർ ഡൗൺ ആയി പോയതാണ്. കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞു കാണും, ഇന്ന് നമ്മുടെ നാട്ടിൽപ്പെട്ട 30 വയസ്സുള്ള 3 മക്കളുടെ ഉമ്മയായ ഒരു സഹോദരി ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അവരുടെ ചെറിയ കുഞ്ഞിന് 7 മാസം മാത്രമാണ് പ്രായമുള്ളത്. അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെ വിഷമിപ്പിക്കാൻ ല്ല ഞാൻ ഈ പറയുന്നത്. ഇതൊക്കെ നമുക്ക് പാഠമാണ്. ജീവിച്ചു കൊതി തീർന്നിട്ടില്ലാത്ത ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നമുക്കിടയിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. ഒരാളോടും പറയാതെ, ഒരാളോടും യാത്ര പറയാതെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുമ്പോ തന്നെ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയോടോ എന്റെ പ്രിയപ്പെട്ട പിഞ്ചു മക്കളോടോ ഒരു യാത്രാമൊഴി പോലും പറയാതെ അവര് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. സ്വപ്നങ്ങളെല്ലാം ലോകത്ത് ബാക്കി വെച്ച്, അഭിലാഷങ്ങളെല്ലാം ലോകത്ത് ബാക്കി വെച്ചുകൊണ്ട് അവരുടെ മോഹനമായ ഒരുപാട് ചിന്തകളും ഒരുപാട് വികാരങ്ങളും ലോകത്തിട്ടേച്ചുകൊണ്ട് അവര് കടന്നു പോവുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു മരണം വരുന്നതിന്റെ മുമ്പേ അത്തജാഫി അൻ ദാരിൽ ഖുറൂർ വൽ ഇനാബതു ഇലാ ദാരിൽ ഖുലൂദ്. ആധുനികമായ ലോകത്തിന്റെ ചീഞ്ഞടിഞ്ഞ സംസ്കാരങ്ങളിൽ നിന്ന് ആത്മീയ ലോകത്തിന്റെ സുഖശീതളിമയിലേക്ക് ഒരു മാറ്റം നമുക്ക് വേണം. തജാഫി അൻ ദാരിൽ ഖുറൂർ വൽ ഇനാബതു ഇലാ ദാരിൽ ഖുലൂദ് വൽഇസ്തിഅദാദു ലിൽ മൗതി ഖബ്ല നുസൂലിൽ മൗത്ത്. മരണം വരുന്നതിന്റെ മുമ്പേ ആ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടുള്ള ജീവിതമായിരിക്കണം നമ്മുടേത്. അല്ലാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലിൽ പ്രിയപ്പെട്ടവരെ ഏകദേശം 40ഓടടുത്ത് പ്രായമുള്ള, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചെറുപ്പക്കാരനായ ഒരു സഹോദരൻ, അദ്ദേഹം ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. എന്റെ ഓർമ്മയിൽ അദ്ദേഹം ബഹ്റൈനിലായിരുന്നു. ബഹ്റൈനിലോ അല്ലെങ്കിൽ ഖത്തറിലോ ആണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഒമാനിൽ. ഈ 3 രാജ്യങ്ങളിലെ എവിടെയോ, ഏതായാലും ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ അദ്ദേഹം നാട്ടിൽ വന്നു.
തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളുടെ വിവാഹം നടത്തി കൊടുക്കാൻ. ആ വിവാഹത്തിന് ആ സഹോദരന്റെ കൈ പിടിച്ച് എന്ന് ചൊല്ലിക്കൊടുത്തത് ഈ വിനീതനാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ വിവാഹം കഴിഞ്ഞു. സഹോദരൻ ഗൾഫിലേക്ക് തിരിച്ചു പോവുകയാണ്. ഒരുപാട് സന്തോഷത്തോടെ തന്റെ വലിയ ഒരു ബാധ്യത നിറവേറ്റിയ ആ ഒരു സമാധാനത്തോടെ ഗൾഫിലേക്ക് തിരിച്ചുപോയി തന്റെ ജോലിയിൽ തിരിച്ചു കയറി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു ദിവസം നേരം പുലർന്നപ്പോ ഈ സഹോദരനെ കാണാനില്ല. കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ സഹോദരനെ കാണുന്നില്ല. അപ്പൊ അവര് കരുതി ഉറങ്ങിപ്പോയതായിരിക്കാം. അവര് ഫോണിൽ വിളിച്ചു നോക്കി, എടുക്കുന്നില്ല. 10 മണി സമയം കഴിഞ്ഞു, എടുക്കുന്നില്ല. ഉച്ചക്ക് വിളിച്ചു, ഫോൺ ബെല്ലടിക്കുന്നു, എടുക്കുന്നില്ല. അവസാനം ഉച്ചക്ക് ശേഷം ആ സഹോദരന്റെ റൂമിലേക്ക് അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ട് ചെല്ലുകയാണ്. അപ്പോ റൂം ഉള്ളിൽ നിന്ന് അടച്ചിരിക്കുകയാണ്. ഒരുപാട് മുട്ടി നോക്കി, മറുപടിയില്ല. അവസാനം വാതിൽ ചവിട്ടി തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മരിച്ചിട്ട് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ട്. ആ പാവപ്പെട്ട സഹോദരന്റെ ശരീരം ആംബുലൻസിലേക്ക് കയറ്റുമ്പോ കയ്യും കാലുമെല്ലാം വിറങ്ങലിച്ചിരിക്കുകയാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള ഒരുപാട് മരണങ്ങൾ. മറ്റൊരു പ്രവാസിയായ സഹോദരൻ ഒരുപാട് കാലമായി ജോലി ചെയ്യുന്നു, ഗൾഫിൽ ജോലി ചെയ്യുന്നു. പക്ഷെ ഇതുവരെ ഒരു വീടെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്നപ്പോ അദ്ദേഹം മനസ്സിൽ തീരുമാനിക്കുകയാണ്, ഇനി ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് വീടിന്റെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷമാണ്. അങ്ങനെ ഒരു ദൃഢനിശ്ചയമെടുത്ത് അദ്ദേഹം ഗൾഫിലേക്ക് തിരിച്ചു പോവാണ്. ഇനി വീടിന്റെ പണി കഴിഞ്ഞിട്ടേ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരൂ, ആ വീടിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ നാട്ടിലേക്ക് വരൂ എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഗൾഫിലേക്ക് തിരിച്ചു പറക്കുന്നത്. അങ്ങനെ വളരെ പ്രയാസം സഹിച്ച് ഓവർ ടൈം ഡ്യൂട്ടി എടുത്ത് ഉച്ചക്ക് ഭക്ഷണം പോലും കഴിക്കാതെ ആ പണം പോലും എടുത്ത് സ്വരുക്കൂട്ടി വെച്ച് നാട്ടിലേക്ക് അയക്കുകയാണ്. എല്ലാ ദിവസവും പ്രിയപ്പെട്ട ഭാര്യയോട് വിളിച്ചിട്ട് വീടിന്റെ പണിയൊക്കെ എവിടെ എത്തിയെന്ന് അന്വേഷിക്കും. അവസാനം ഒരു ദിവസം ഭാര്യ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇക്കാ, നമ്മുടെ വീടിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്, ഇനി അതിന്റെ ഉദ്ഘാടനമാണ്, നിങ്ങൾ കടന്നു വരാൻ കാത്തിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. നിങ്ങൾ വന്നിട്ട് വേണം അതിൽ നമുക്ക് കയറി താമസിക്കാൻ. 4 വർഷം തുടർച്ചയായി ഗൾഫിൽ ചോരനീരാക്കി അധ്വാനിച്ച ഈ ചെറുപ്പക്കാരന് സന്തോഷത്തിനതിരില്ല. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുക്കുകയാണ്. വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി വെക്കുകയാണ്. തന്റെ കൂട്ടുകാരോടും കുടുംബക്കാരോടും സുഹൃത്തുക്കളോടും യാത്ര പറയുകയാണ്. അവസാനം തനിക്ക് നാട്ടിലേക്ക് പുറപ്പെടാനുള്ള ദിവസമായി. നാളെ നേരം പുലർന്നാൽ ജിദ്ദയിൽ നിന്ന് കോഴിക്കോട് വിമാനത്താവളത്തിൽ വന്നിറങ്ങേണ്ടവനാണ്. തലേ ദിവസം രാത്രിയിൽ തന്റെ റൂമിലുള്ളവരോടൊപ്പം നല്ല സന്തോഷത്തോടെ തമാശ പറഞ്ഞ് കിടന്നുറങ്ങുകയാണ്. രാവിലെ എല്ലാവരും എഴുന്നേറ്റു. ഈ സഹോദരനെ വിളിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, വിളിക്കുത്തരം നൽകുന്നില്ല. ഇന്ന് രാവിലെ നേരം പുലർന്നാൽ നാട്ടിലേക്ക് പറക്കേണ്ട മനുഷ്യനെ, ആ മനുഷ്യൻ വിസയും ടിക്കറ്റും പാസ്പോർട്ടും ആവശ്യമില്ലാത്ത ലോകത്തേക്ക് ഒരാളോടും യാത്ര പറയാതെ പുറപ്പെടുകയാണ്. ഇതുപോലെ മറ്റൊരു പ്രവാസിയായ സഹോദരൻ, അല്ലാഹു നമ്മുടെ പ്രവാസികളായ സഹോദരന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നിങ്ങളെ പറഞ്ഞു പേടിപ്പിക്കല്ല, നമ്മൾ പഠിക്കാൻ വേണ്ടി പറയാ. മറ്റൊരു പ്രവാസി സഹോദരൻ, അദ്ദേഹം നാട്ടിലേക്ക് വരാൻ വേണ്ടി ഒരുങ്ങിയപ്പോ അദ്ദേഹത്തിന് തോന്നി, ഞാൻ നാട്ടിലേക്ക് വരുമ്പോ ഈ ലഗേജുകൾ ഒന്നാകെ താങ്ങി പിടിച്ച് വരുന്നതിനേക്കാൾ നല്ലത് ഞാൻ വരുന്നതിന്റെ ഒരു 2 ആഴ്ച മുമ്പ് വാങ്ങി, അല്ലെങ്കിൽ 1 ആഴ്ച മുമ്പ് ലഗേജ് ഒക്കെ വാങ്ങി അത് നാട്ടിലേക്ക് പാർസലായി വിട്ടുകൊടുത്ത പിന്നെ എനിക്ക് കയ്യും വീശി നാട്ടിൽ വരാലോ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്ത ആ ഡേറ്റിന്റെ 1 ആഴ്ച മുമ്പ് അദ്ദേഹം സാധനങ്ങളെല്ലാം വാങ്ങി നാട്ടിലേക്ക് പാർസലാക്കി അയക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ ഓരോന്നടുത്തു വന്നു. അതാ പ്രിയപ്പെട്ടവരെ, താൻ ടിക്കറ്റ് എടുത്ത അതേ ദിവസത്തെ ഫ്ലൈറ്റിൽ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോവുകയാ. പക്ഷേ പോകുന്നത് ജീവനോടെയല്ല. താൻ ഏതൊരു വിമാനത്തിലാണോ ടിക്കറ്റ് എടുത്തത് ആ വിമാനത്തിൽ ഈ ചെറുപ്പക്കാരന്റെ മയ്യത്താണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ നാട്ടിൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുവന്ന് കബറടക്കി. എല്ലാവരും പിരിഞ്ഞു പോയി. 2-3 ദിവസം കഴിഞ്ഞപ്പോ വീടിന്റെ മുമ്പിൽ ഒരു വാഹനം വന്നു നിൽക്കുകയാണ്.
അതാ സുബ്ഹാനല്ലാഹ്, താൻ നാട്ടിലേക്ക് എത്തുന്നതിന്റെ ഒരാഴ്ച മുമ്പ് കാർഗോ വഴി പാർസലായി അയച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അത് ഗൾഫിൽ നിന്ന് അയച്ച് നാട്ടിലെത്തുന്നതിന്റെ മുമ്പേ അത് അയച്ച വ്യക്തി ഖബറിലെത്തിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ പെട്ടി അങ്ങോട്ട് തുറന്നു നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്കുമുള്ള കളിപ്പാട്ടങ്ങളും അവശ്യ സാധനങ്ങളും കുഞ്ഞുടുപ്പുകളുമാണ്. പക്ഷേ അതെല്ലാം വാങ്ങി അയച്ചിട്ടുള്ള സഹോദരൻ ഇപ്പോൾ ഖബറിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹം മരിച്ച് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് അയച്ച സാധനങ്ങൾ വീട്ടിലെത്തുന്നത്. ചിന്തിക്കണം നമ്മൾ, ഇങ്ങനെയുള്ള ഒരുപാട് മരണങ്ങൾ. 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ശിഹാബുദ്ദീൻ ഹുദവി നവ്വറല്ലാഹു മർഖദാ, അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. ചെറുപ്പക്കാരൻ, ചെറിയ ഒരു പിഞ്ചു കുഞ്ഞിന്റെ പിതാവാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ മരണം ഞങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ ആഘാതത്തിന് അതിരില്ല. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഒരാഴ്ച സമയം കിടന്നിട്ട് ഉറക്കം വന്നിട്ടില്ല. ഉറങ്ങുമ്പോഴേക്കും ഞെട്ടി ഉണരുകയാണ്. അതിനുശേഷം ഇതുവരെ റൂമിന്റെ വാതിലടച്ച് കിടന്നുറങ്ങിയിട്ടില്ല. അതിനുശേഷം ബാത്റൂമിലേക്ക് കക്കൂസിലേക്ക് പോകുമ്പോ പോലും പേടിയാണ്. പടച്ചവനെ, തിരിച്ചു വരുന്നതിന്റെ ബാത്റൂമിൽ നിന്ന് തിരിച്ചു പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ മരണപ്പെട്ടാൽ എന്റെ മരണം മറ്റുള്ളവർ അറിയാതെ പോകുമോ അല്ലാഹ് എന്നുള്ള ഭയത്തോടെയാണ് ബാത്റൂമിലേക്ക് പോലും കയറുന്നത്. ഞാനടക്കമുള്ള ഉദവി സുഹൃത്തുക്കൾ ഏത് മരണം വരുമ്പോഴും, ഏത് മരണം വന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു ന്യായം കണ്ടുപിടിച്ച് നമ്മൾ മരണത്തിൽ നിന്ന് ദൂരത്താവാൻ ശ്രമിക്കാറുണ്ട്, അല്ലേ? നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും പ്രായമുള്ള ആള് മരിച്ച നമ്മൾ മനസ്സിൽ കരുതും അത് പ്രായമുള്ളത് കൊണ്ടല്ലേ മരിച്ചത്, എനിക്ക് പ്രായമായിട്ടില്ലല്ലോ. ആരെങ്കിലും രോഗിയായി മരിച്ച നമ്മൾ പറയും രോഗമുള്ളത് കൊണ്ടല്ലേ മരിച്ചത്, എനിക്കിപ്പോ രോഗമില്ലല്ലോ. ആരെങ്കിലും ആക്സിഡന്റ് ആയി മരിച്ചാൽ നമ്മൾ വിചാരിക്കും ആക്സിഡന്റ് ആയിട്ടല്ലേ മരിച്ചത്, ഞാൻ വണ്ടി മെല്ലെ ഓട്ടിയ പ്രശ്നം കഴിഞ്ഞല്ലോ. അങ്ങനെ ആര് മരിച്ചാലും എന്തെങ്കിലുമൊക്കെ ഒരു കാരണം നമുക്ക് കണ്ടെത്താനുണ്ടാവും. അതായത് മരണം നമ്മുടെ അടുത്ത് എത്തിയിട്ടില്ല എന്ന് നമ്മുടെ മനസ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഈ സുഹൃത്ത് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയപ്പോ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ന്യായവും മനസ്സിന് കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം ഞങ്ങളെപ്പോലെ വളരെ ആരോഗ്യത്തോടെ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ച് തമാശ പറഞ്ഞ് എല്ലാവരോടും നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ രാത്രി സമയത്ത് വാതിലടച്ച് കിടന്നുറങ്ങുകയാണ്. രാവിലെ സമയത്ത് വിളിക്കുമ്പോൾ എഴുന്നേൽക്കുന്നില്ല. ചിന്തിക്കണം നമ്മൾ, ഇങ്ങനെയുള്ള മരണങ്ങൾ നമുക്കിടയിൽ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തജാഫി അൻ ദാരിൽ ഖുറൂർ വല്ലിനാബതു ഇലാ ദാരിൽ ഖുലൂദ് വല്ലിസ്തിഅദാദു ലിൽ മൗതി ഖബ്ല നുസൂലിൽ മൗത്. സഹോദരങ്ങളെ, മദീനയിൽ ജോലി ചെയ്യുന്ന കാവനൂർ സ്വദേശിയായ ഒരു മനുഷ്യൻ, ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു സഹോദരൻ എന്നോട് നേരിട്ട് പറഞ്ഞൊരു അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെയോ? മരണം എന്ന് പറയുന്നത് എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ മരണങ്ങളെല്ലാം ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത ചെറുപ്പക്കാർ ഒരാളോടും വിട പറയാതെ, ഒരാളോടും യാത്ര പറയാതെ ഉറങ്ങുന്നതിനിടയിൽ പോലും മരണപ്പെടുന്നതാണ്. ഈ സഹോദരൻ പറഞ്ഞ അനുഭവത്തിന്റെ മുമ്പ് ഞാൻ മറ്റൊരു അനുഭവം പറയാം. ഞങ്ങളുടെ നാടിന്റെ തൊട്ടടുത്ത് പുൽപ്പറ്റ പഞ്ചായത്ത് എന്ന് പറയും, അവിടെ ഒരു സഹോദരൻ തന്റെ ഭാര്യയോടൊപ്പം രാത്രി സമയത്ത് കിടന്നുറങ്ങുക. തന്റെ സഹോദരനോടൊപ്പം തന്റെ ഭാര്യയോടൊപ്പം രാത്രി സമയത്ത് കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുന്നതിനിടയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാര്യയ്ക്ക് ഇങ്ങനെ തോന്നുകയാണ്, എന്റെ ഭർത്താവ് കയ്യും കാലൊക്കെ ശരീരത്തിലേക്ക് ഇങ്ങനെ വലിച്ചിടുന്നത് പോലെ തോന്നുകയാണ്. അപ്പൊ ഭാര്യ അതൊക്കെ തട്ടിമാറ്റി ഭാര്യ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേൽക്കുമ്പോ തന്റെ തൊട്ടപ്പുറത്ത് ഒരേ റൂമിൽ ഒരേ കട്ടിലിൽ ഒരേ വിരിപ്പിൽ തന്റെ തൊട്ടപ്പുറത്ത് കിടന്നുറങ്ങിയ ഭർത്താവ് മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുകയാ. തന്റെ തൊട്ടപ്പുറത്ത് കിടന്നുറങ്ങുന്ന ഭർത്താവിനെ ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുപോയിട്ട് അറിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള മരണങ്ങൾ നമ്മുടെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് നടക്കുന്ന മരണങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മദീനയിൽ ജോലി ചെയ്യുന്ന സഹോദരൻ പറയുകയാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഒരു സംഭവം. അദ്ദേഹം അത് പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞു പോയി. എന്റെ പ്രിയപ്പെട്ടവരെ,
എന്താന്ന് വെച്ചാൽ ശ്രീലങ്കൻ സ്വദേശികളായ ഒരുപാട് ചെറുപ്പക്കാര് റിയാദിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് ഒരുപാട് കൊല്ലങ്ങളായി നാട്ടിൽ പോയിട്ട്, നമുക്കറിയാം ബംഗാളികളും അതുപോലെ ശ്രീലങ്കക്കാരും ആസാമികളൊക്കെ നാട്ടിലേക്ക് എല്ലാ കൊല്ലമൊന്നും പോവില്ല. അവർ ചിലപ്പോ 10-15 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ നാട്ടിൽ പോവാ. അപ്പോ ഒരുപാട് കൊല്ലം ഗൾഫിൽ ജോലി ചെയ്ത് അവസാനം നാട്ടിലേക്ക് പോവാൻ ഈ ചെറുപ്പക്കാര് തീരുമാനിക്കുക. അങ്ങനെ നാട്ടിൽ പോകുന്നതിന്റെ മുമ്പ് ഒന്ന് ഉംറ ചെയ്ത് മദീനയിൽ ചെന്ന് സിയാറത്ത് ചെയ്തുകൊണ്ട് തിരിച്ചു പോവാം എന്നുള്ള ചിന്തയിൽ അവരെല്ലാവരും കൂട്ടമായി മക്കത്ത് വന്ന് ഉംറ കഴിഞ്ഞു. ഇനി അടുത്തത് പരിശുദ്ധമായ മദീനയിലേക്ക് സിയാറത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ മദീന മുനവ്വറയിലെത്തിയപ്പോ ഈ ശ്രീലങ്കൻ സ്വദേശികളായ ഈ ചെറുപ്പക്കാരിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരന് തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അയാൾ പൊട്ടിക്കരഞ്ഞു. ഹബീബായ തങ്ങളുടെ റൗള ശരീഫിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അങ്ങയുടെ കാൽ കീഴിൽ കിടന്നുറങ്ങാൻ ഈ പാപിയായ മനുഷ്യൻ ഒരവസരം തരുമോ നബിയേ? ഈ വിശുദ്ധമായ മദീനയിലെ ഒരു പിടി മണ്ണ് എനിക്ക് വേണ്ടി തരുമോ നബിയേ? കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. മദീനയിൽ മരിക്കാൻ, നാട്ടിലേക്ക് പോവാൻ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നേരെ ജിദ്ദയിൽ പോയി അവിടെ നിന്ന് നാട്ടിലേക്ക് പോവാൻ നിൽക്കുകയാണ്. അതിനിടയിൽ അവസാനത്തെ തന്റെ വിടപറച്ചിൽ മദീനയിൽ വെച്ച് ഈ ചെറുപ്പക്കാരൻ പറയാണ്, നബിയേ യാ റസൂലല്ലാഹ്, അനുഗ്രഹങ്ങളെ പെയ്തിറങ്ങുന്ന ഈ മദീനയിൽ കിടന്നുറങ്ങാൻ, എന്നേക്കും കിടന്നുറങ്ങാൻ ഒരു അവസരം എനിക്ക് നൽകുമോ നബിയേ? അങ്ങനെ ഇവരെല്ലാവരും തിരിച്ചു പോവാൻ കഴിഞ്ഞ എല്ലാവരും തിരിച്ചു പോയി ഒരു വണ്ടിയിൽ കയറി അവര് നേരെ ജിദ്ദ എയർപോർട്ടിലേക്ക് തിരിക്കുകയാണ്. അതിനിടയിൽ വണ്ടി മദീനയുടെ അതിർത്തി കഴിഞ്ഞില്ല. മദീനയുടെ അതിർത്തി കഴിയുന്നതിന്റെ മുമ്പേ ഈ സഹോദരന്, ഈ ചെറുപ്പക്കാരന് വളരെ ശക്തമായ നെഞ്ചുവേദന അനുഭവപ്പെടുകയാണ്. ഉടനെ തന്നെ വണ്ടി നിർത്തി ഈ ചെറുപ്പക്കാരനെ താങ്ങിപ്പിടിച്ച് തൊട്ടടുത്തുള്ള ഒരു പീഡിക തിണ്ണയിൽ കൊണ്ടുപോയി കിടത്തി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ സഹോദരൻ ലോകത്തോട് വിട പറയുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം പോലെ മദീനയിൽ കിടന്നുറങ്ങാനുള്ള ഭാഗ്യം ലഭിക്കുകയാണ്. എന്നെ വിളിക്കാനൊന്ന് പറയൂ സിദ്ദീഖുൽ അക്ബർ, എന്നെ ശ്രവിക്കാനൊന്ന് ഉണർത്തു ഉമർ ഇബ്നുൽ ഖത്താബ്, മുത്തിൻ ചാരേ ഖിയാമത്തോളം നിൽക്കാൻ ഭാഗ്യമുള്ളോരേ, എന്നെയൊന്ന് പറഞ്ഞിടാമോ തിങ്കളോട്, എന്നെയൊന്ന് പറഞ്ഞിടാമോ തിങ്കളോട്. ആ ചെറുപ്പക്കാരൻ മരണം ചോദിച്ചു വാങ്ങുകയാണ് മദീനയിൽ. ഇത് രണ്ടും നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മരണങ്ങളാണ്. ഇതിലേതു വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞതിനർത്ഥം നേരത്തെ ഉറക്കത്തിൽ വെച്ച് മരിച്ചുപോയ ആളുകളൊന്നും നല്ല മരണം വരിച്ചവരല്ല എന്നല്ല, ആണ് എന്നല്ല, അല്ലെങ്കിൽ അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് അയാള് വുളുവെടുത്ത് ചൊല്ലേണ്ട ദിക്റുകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾ ഉറങ്ങുമ്പോ അയാളുടെ റൂഹ് അർശിന്റെ താഴെ സുജൂദിൽ കിടക്കുകയാണ്. നമ്മൾ നേരത്തെ ഉറക്കത്തിലൊക്കെ വെച്ച് മരിച്ചുപോയ ഒരുപാട് സഹോദരന്മാരെ കുറിച്ച് പറഞ്ഞില്ലേ? അവരൊക്കെ ഉളുവെടുത്തിട്ടാണ് ഉറങ്ങിയതെങ്കിൽ അൽഹംദുലില്ലാഹ് അവര് ശുഹദാക്കളുടെ കൂട്ടത്തിലാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് മരണം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത് നിന്ന്, നമ്മുടെ തൊട്ടപ്പുറത്ത് നിന്ന് മരണം പലരെയും തട്ടിയെടുത്തു കൊണ്ടുപോവുകയാണ്. പക്ഷേ ആ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരം ഒരു ഗതിയെക്കുറിച്ച് ചിന്തിക്കുവാനോ പാഠം ഉൾക്കൊള്ളുവാനോ നമ്മൾ തയ്യാറാവുന്നില്ല. നമ്മൾ ഇപ്പോഴും ടിവിയുടെ മുമ്പിലാണ്, നമ്മൾ ഇപ്പോഴും മൊബൈൽ ഫോണിന്റെ സ്ക്രീനിലാണ്, നമ്മൾ ഇപ്പോഴും ഇന്റർനെറ്റിലാണ്, യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെയും വാട്സപ്പിന്റെയും വലക്കണ്ണികളിലാണ്.
അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയത്തിന്റെ 10-1 സമയമെങ്കിലും അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ ഒരുക്കമാണോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ടൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അള്ളാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ലതഅതിയന്നകും ബഅദി ദുനിയാ, എന്റെ ശേഷം നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ് ദുനിയാവ്. തഅകുലു ഈമാനകും, നിങ്ങളുടെ ഈമാനിനെ തിന്നുകളയുന്ന ദുനിയാവ്. എങ്ങനെ? കമാ തഅകുലുൻ നാറുൽ ഹതബാ, ഉണങ്ങിയ വിറകിലേക്ക് നമ്മൾ തീ കത്തിച്ചെറിയുമ്പോൾ ആ വിറകിനെ എങ്ങനെ തീ തിന്നു നശിപ്പിക്കുമോ, അതുപോലെ നിങ്ങളുടെ ഈമാനിനെ നശിപ്പിച്ചു കളയുന്ന ദുനിയാവ് അവസാന കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് കടന്നു വരുന്നതാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ബൈന യദൈസാഅതി ഫിതനാ, ഖിയാമത്ത് നാൾ കടന്നു വരുന്നതിന്റെ മുമ്പേ ഒരുപാട് പരീക്ഷണങ്ങൾ വരും, ഒരുപാട് ഫിത്നകൾ. കഖിതഇൽ ലൈലിൽ മുദ്ലിമീ, കട്ട പിടിച്ചുള്ള ഇരുട്ടുള്ള രാത്രിയെ പോലെ ഒരുപാട് ഫിത്നകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒരുപാട് പ്രതിസന്ധികളും കടന്നു വരുന്നതാണ്. നബി തങ്ങൾ പറയുകയാണ്, യുസ്ബിഹുർ റജുലു ഫീഹാ മുഅ്മിനാ വയുംസി കാഫിറാ, നേരം പുലരുമ്പോ മുസ്ലിമായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോ അവൻ കാഫിറാണ്. എങ്ങനെയാണത് സംഭവിക്കുക? ഒരു ഉദാഹരണം പറയാം. മഗ്രിബ് നിസ്കാരം 6:15 തുടങ്ങുന്നത്. എത്ര വരെ? 7:45 വരെ. ഒരു ഉദാഹരണം. ആ സമയത്താണ് സീരിയൽ ഉള്ളത് എങ്കിൽ നമ്മൾ വിചാരിക്കുകയാണ് മഗ്രിബ് നിസ്കാരം തൽക്കാലം അവിടെ നിൽക്കട്ടെ, അതിലൊന്നും വലിയ കാര്യമില്ല. നിസ്കാരം അതൊന്നും വലിയ കാര്യമുള്ള വിഷയമല്ല. ഖുർആൻ തുറന്നു വെച്ചപ്പോ ലോകവിവരം ഉണ്ടാവോ എന്ന് ചോദിച്ചൊരു പെണ്ണുണ്ട് എന്റെ വീടിന്റെ തൊട്ടടുത്ത്. ചിന്തിക്കണം നമ്മൾ. ഖുർആൻ ഓതിയ ലോകവിവരം ഉണ്ടോ? ലോകവിവരം ഉണ്ടായിട്ട് ഇവളൊക്കെ എന്ത് ചെയ്യാനാ? അങ്ങനെ ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വീണുപോയാൽ അമ്പിൽ നിന്ന് വില്ല് തെറിച്ചു പോകുന്നത് പോലെ ഈമാനിൽ നിന്ന് നമ്മൾ തെറിച്ചു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. സിനിമയും സീരിയലും കണ്ട് അവസാനം ദീനിന്റെ ശിആറുകളോട് പുച്ഛം നമ്മുടെ മനസ്സിലുണ്ടായാൽ, അതിനോട് ബഹുമാനക്കുറവ് നമ്മുടെ മനസ്സിലുണ്ടായി തീർന്നാൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈമാനിൽ നിന്ന് തെറിച്ചു പോകുന്നതാണ്. മാത്രല്ല ഈ കുടുംബങ്ങളൊക്കെ കലക്കുന്നത് ഇങ്ങനെയുള്ള സിനിമകളും സീരിയലും അല്ലേ? ഏത് സിനിമയിലാണ് നല്ല ഒരു ആശയം പഠിപ്പിക്കുന്നത്? എല്ലാത്തിലും രാവിലെ കല്യാണം, വൈകുന്നേരം ഡൈവോഴ്സ് അല്ലേ? പെണ്ണുങ്ങളെ നുണ പറയാൻ പഠിപ്പിക്കുന്ന സീരിയലുകൾ, ഇതൊക്കെ കണ്ട് അവസാനം ദീനിന്റെ ശിആറിനോട് ഒരു പുച്ഛം നമുക്ക് തോന്നിപ്പോയാൽ പിന്നെ നമ്മുടെ മനസ്സിൽ ഈമാനില്ല. പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ പറയുകയാണ്, അവസാന കാലഘട്ടം വരുമ്പോ ഒരു സമൂഹം ലോകത്തുണ്ടാകും. അവര് നിസ്കരിക്കുന്നവരാണ്, അവര് നോമ്പെടുക്കുന്നവരാണ്, പക്ഷേ ലാ യബ്ലുഗുൽ ഈമാനു ഹനാജിറഹും, അവരുടെ ഈമാൻ തൊണ്ടക്കുഴി വിട്ട് താഴോട്ടിറങ്ങുകയില്ല. അവർക്ക് പ്രസംഗിക്കാനുള്ളതാണ് ഈമാൻ, അവർക്ക് സമ്മേളനങ്ങൾ നടത്താനുള്ളതാണ് ഈമാൻ, അതിലപ്പുറം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ ഇറങ്ങിപ്പോവില്ല. സഹോദരിമാരെ കുറിച്ച് നമ്മൾ സാധാരണ തന്നെ പറയാറുള്ളത് കുശുമ്പുള്ള മനസ്സെന്നാണ് അല്ലേ? ഇങ്ങനെയുള്ള സഹോദരിമാർ ഇത്തരത്തിലുള്ള കുടുംബം കലക്കുന്ന സീരിയൽ കണ്ടാൽ ആ കുടുംബം പിന്നെ കലങ്ങിപ്പോവാൻ കൂടുതൽ പ്രയാസം വേണ്ട. സാധാരണ ഒരു കഥ പറയാറുണ്ട്. ഒരു മാസ്റ്റർ, നമ്മൾ ഒരു അധ്യാപകൻ, സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹം ഒരു ദിവസം തന്റെ ഭാര്യയോട് വന്നിട്ട് പറയാൻ, ഞങ്ങളുടെ സ്കൂളിലുള്ള ഒരു ടീച്ചർ ഉണ്ട്, സൈനബ ടീച്ചറാണ്. ആ സൈനബ ടീച്ചറിന്റെ മുഖത്തൊക്കെ നല്ല പൊടിമീശ, ആണുങ്ങൾക്ക് ഉണ്ടാവുന്ന പോലെ ചെറിയ മീശ സൈനബ ടീച്ചറുടെ മുഖത്തുണ്ട് എന്ന് ഒരു ദിവസം വെറുതെ തന്റെ ഭാര്യയോട് എന്തോ വിഷയങ്ങൾ നേരം പോക്ക് പറയുന്ന വിഷയത്തിൽ പറഞ്ഞുപോയി ഭർത്താവ്. അതായത്, ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിലെ സൈനബ ടീച്ചർക്ക് ചെറിയ പൊടിമീശ ഉണ്ട് പറഞ്ഞുപോയി. അങ്ങനെ ഭർത്താവ് അതൊക്കെ മറന്ന് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ്, കൊല്ലങ്ങൾ കഴിഞ്ഞ് വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയില് ഭർത്താവ് ഒരു ദിവസം മഗ്രിബിന്റെ സമയത്ത് വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ, ഗേറ്റ് ഇങ്ങനെ കടന്നു വരുമ്പോ അവിടെ ഒരു ഇഷ്ടിക ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അപ്പൊ അറിയാതെ ഇയാളുടെ ബൈക്ക് ഇഷ്ടികയുടെ മുകളിൽ കയറി ബൈക്ക് മറിഞ്ഞു. അപ്പൊ ദേഷ്യം പിടിച്ച ഭർത്താവ് നേരെ വന്ന് തന്റെ ഭാര്യയോട് ദേഷ്യപ്പെടാൻ,
നമ്മുടെ വീടിന്റെ മുമ്പിൽ അങ്ങനെ ഒരു ഇഷ്ടിക കിടന്നിട്ട് നീ എന്ത് ചെയ്ത് എടുത്തു മാറ്റാതിരുന്നതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോ ഭാര്യ പറയാൻ, സൈനബ ടീച്ചർ പൊടിമീശ കാണുന്ന നിങ്ങൾ ഇത്രയും വലിയൊരു ഇഷ്ടിക കണ്ടില്ല എന്ന് പറഞ്ഞ അത്ഭുതല്ലേ. എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വിഷയമാണ്, പക്ഷേ അത് സൂക്ഷിച്ചു വെക്കുകയാണ്. കുശുമ്പ് കൂടുതലാണെന്ന് സഹോദരിമാരെ കുറിച്ച് പറയുന്നത് അതുകൊണ്ടല്ലേ. അപ്പൊ ഇങ്ങനെയുള്ളവർ ഈ സിനിമകളും നുണ പറഞ്ഞ് കുടുംബങ്ങൾ കലക്കുന്ന പശ്ചാത്തലങ്ങളുള്ള ഇത്തരത്തിലുള്ള സീരിയലുകൾ കണ്ടാൽ പിന്നെ ആ കുടുംബം കലങ്ങിപ്പോവാൻ കൂടുതൽ പ്രയാസം വേണോ? അതുപോലെയുള്ള മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങൾ പ്രിയപ്പെട്ടവരെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിച്ചത് മൊബൈൽ ഫോണും ഇന്റർനെറ്റുകളുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖുർആൻ തൊട്ട് നുണ പറഞ്ഞ ഒരു പെണ്ണിനെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളെ കുറിച്ച് പറയാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ നല്ല പെണ്ണുങ്ങളാണ്. ഞാൻ എന്റെ നാട്ടിലെ പെണ്ണുങ്ങളെ കുറിച്ച് പറയാതെ വിചാരിച്ചാൽ മതി. ഇപ്പൊ ഖുർആൻ തൊട്ട് നുണ പറഞ്ഞ ആ പെണ്ണിന്റെ സംഭവം എന്താന്ന് വെച്ചാൽ, അവര് കല്യാണമൊക്കെ കഴിച്ച് നല്ല ഉഷാറായി തഹജ്ജുദ് നിസ്കരിക്കുന്ന പെൺകുട്ടിയാണ് എന്ന് കേട്ടപ്പോഴാണ് ബാംഗ്ലൂരിൽ IT മേഖലയിൽ നല്ല ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഈ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് തഹജ്ജുദ് നിസ്കരിക്കുന്ന പെണ്ണാണ് എന്ന് കേട്ടത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. ഇവരുടെ മധുവിധുവിന്റെ സമയത്ത് ഒരു ദിവസം ഈ പെണ്ണ് തന്റെ ഭർത്താവിനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അറിയാതെ ചേട്ടാ എന്ന് വിളിച്ചുപോയി. ചേട്ടാന്ന്, ഭർത്താവിനെ ചേട്ടാ. ഒരു മുസ്ലിം പെണ്ണ് ഭർത്താവിനെ, ഇപ്പൊ നിങ്ങളെ ഭാര്യമാര് നിങ്ങളെ ചേട്ടാന്ന് വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇയാൾ ആകെ അമ്പരന്ന് പോയി. എന്താണ് കേൾക്കുന്നത്? ചേട്ടാന്നോ? അപ്പൊ ഇയാൾക്ക് സംശയം തോന്നി, എന്താ ചേട്ടാന്ന് വിളിക്കാൻ കാരണം? അതോടുകൂടി സംശയം വന്നു. പെണ്ണിനെ ചോദ്യം ചെയ്തു, അവളുടെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്തു, അവളുടെ മെയിൽ ഹാക്ക് ചെയ്തു, അവളുടെ മറ്റുള്ള വാട്സപ്പിന്റെ ചാറ്റിങ്ങുകളെല്ലാം ചികഞ്ഞെടുത്തു. കാരണം ബാംഗ്ലൂരിൽ IT ഉദ്യോഗസ്ഥനാണല്ലോ, എല്ലാം ചികഞ്ഞെടുത്തു. കൊല്ലങ്ങൾക്ക് മുമ്പുള്ള എല്ലാ ചാറ്റിങ്ങുകളും എല്ലാ കോണ്ടാക്റ്റുകളും ചികഞ്ഞെടുത്തപ്പോ സുബ്ഹാനല്ലാഹ്, കാഞ്ഞങ്ങാട്ടുകാരനായ ഒരു ക്രിസ്ത്യൻ പയ്യനുമായി 7 വർഷമായി ഇവള് പ്രേമബന്ധത്തിലാണ്. 7 കൊല്ലം. ചിന്തിക്കണം നമ്മൾ. എന്തേ കാരണം? മൊബൈൽ ഫോൺ. അതിനിടയിൽ നടക്കാൻ പാടില്ലാത്ത പലതും നടന്നു. ഇപ്പോ ആ വിഷയം ഇപ്പൊ ഇങ്ങനെ തൊലാഖിന്റെ വക്കിലെത്തി ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. ആ ചെറുപ്പക്കാരൻ ഈ വിഷയം എന്നോട് പറയാൻ വേണ്ടിയിട്ട് ഏകദേശം 2.5 മണിക്കൂർ സമയം എന്നോട് സംസാരിച്ചു. 2-3 ദിവസത്തിന്റെ ഉള്ളിൽ എനിക്കോൻ പറയുന്നത് കേൾക്കാൻ തന്നെ സമയമുള്ളൂ. എവിടെ പോയാലും അവന്റെ വിളിയാണ്, പരാതികൾ. നമ്മൾ ചിന്തിക്കണം, നമ്മൾ നമ്മുടെ പെൺമക്കളെ നമ്മൾ കയറൂരി വിടരുത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങൾ മൊബൈലായാലും ഇന്റർനെറ്റ് ആയാലും ഏതായാലും അതൊക്കെ വലിയ നിഅമത്താണ് അല്ലാഹു നമുക്ക് തന്നിട്ടുള്ള. ഒരുപാട് ആവശ്യങ്ങൾ അതിലൂടെ നടക്കുന്നില്ലേ? പക്ഷേ അതൊന്നും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇപ്പൊ സമയം ഏകദേശം 10:30 മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരുപാട് പ്രായമായിട്ടുള്ള സഹോദരന്മാര് സഹോദരിമാര് ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചെറിയ ഒരു ദുആ നടത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ പിരിഞ്ഞു പോവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതുവരെ പറഞ്ഞതും കേട്ടതുമായ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. എൻ്റെ സഹോദരന്മാരോട് പ്രത്യേകമായി എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഏകദേശം 2 ലക്ഷത്തിലധികം രൂപ നമ്മുടെ സംഘാടകർ കടത്തിലാണ്. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ട് കടമായി പോവാന്ന് പറഞ്ഞാൽ അത് വളരെ മോശമല്ലേ? നമ്മളൊക്കെ ഉണ്ടാകുമ്പോ നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോ കടത്തിലായി പോവാന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ? അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന വല്ല സംഭാവനയും ഇവിടെ ചെയ്യാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്യണം. ഇൻഷാ അല്ലാഹ് സംഘാടകരുടെ അടുത്ത് നിങ്ങൾ പേരെഴുതി കൊടുത്താൽ, ഇനി ആർക്കെങ്കിലും എഴുന്നേറ്റ് വല്ല സംഖ്യയും പറയാനുണ്ടെങ്കിൽ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ്. നേരത്തെ ഇവിടെ തങ്ങളവർകൾ മുസാഫഹത്ത് ചെയ്തതാണ്. അതുപോലെ തന്നെ തേനിന്റെ കുപ്പികളൊക്കെ ഇവിടെ വിതരണം ചെയ്ത് നിങ്ങൾ കൊണ്ടുപോയതാണ്. പല ആളുകളും ഇവിടെ സ്വതക്ക കൊടുത്തതുമാണ്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു അവസരം നൽകുകയാണ്. നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റെന്ന് പറയുകയോ സംഘാടകരുടെ കയ്യിൽ പേരെഴുതി കൊടുക്കുകയോ ചെയ്യാൻ നിങ്ങൾ നിർബന്ധിക്കുന്നില്ല. കാരണം നിങ്ങൾ ഒരു വട്ടം കൊടുത്തതാണ്. 2ാമത് തവണ നിങ്ങളോട് സഹായം ചോദിച്ചുകൊണ്ട് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക, ദുആ ചെയ്യാൻ പോവാം. സഹോദരന്മാരെ, നമ്മള് പതിവായി ചൊല്ലി വരാറുള്ള മഹാന്മാരുടെ ഇജാസത്തുള്ള ദിക്റുകളും സ്വലാത്തുകളുണ്ട്.
ഇൻഷാ അല്ലാഹ് അതുകൂടെ ചൊല്ലിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പിരിഞ്ഞു പോവാം. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് തരട്ടെ. ഇത്രയും സമയം ഈ മഞ്ഞിന്റെ ഈ വീഴ്ചയിൽ നിങ്ങൾ എല്ലാവരും ഈ തണുപ്പ് സഹിച്ച് ജലദോഷവും ബുദ്ധിമുട്ടും കഫക്കെട്ടും ഒക്കെ ഉള്ള ആളുകളുണ്ട്. അവരൊക്കെ ഈ പ്രയാസം സഹിച്ചുകൊണ്ട് ഇൽമിന്റെ ഈ മജ്ലിസിൽ ഇവിടെ കടന്നു വന്നിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം കബൂലാക്കുമാറാവട്ടെ. നമ്മൾ ഇവിടെ ചെലവഴിച്ച ഓരോ നിമിഷങ്ങളും സ്വർഗ്ഗത്തിലേക്കുള്ള വലിയ മുതൽകൂട്ടായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എത്രത്തോളം സന്തോഷത്തോടെ സമാധാനത്തോടെയാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്, അതിനേക്കാൾ ഉപരി സന്തോഷത്തോടെ അല്ലാഹുവിന്റെ സമാധാനത്തിന്റെ വീടായ സുഖലോക സ്വർഗ്ഗത്തിൽ പടച്ചവൻ നമ്മെ എല്ലാവരെയും നമ്മിൽ നിന്ന് മരിച്ചുപോയവരോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇത്രയും സമയം ഇരുന്ന സ്ഥിതിക്ക് ഇനി ദുആ കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ പോവാ. ഇത്രയും സമയം ഇരുന്നില്ലേ, വേവോളം കാത്തവന് പിന്നെ ആറോളം കാക്കണേന് പണിയില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ദുആ കൂടി കഴിഞ്ഞിട്ട് മാത്രം പോകണമെന്ന് അറിയിക്കുന്നു. ഇനി എഴുന്നേറ്റ് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പോവാം, പക്ഷേ ഇത്രയും സമയം ഇരുന്ന സ്ഥിതിക്ക് ഒരല്പസമയം കൂടെ നിങ്ങൾ ഇരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ നമ്മുടെ ഈ മഹത്തായ സദസ്സിലേക്ക് സംഭാവന അർപ്പിച്ചിരിക്കുകയാണ്. മരണപ്പെട്ടു പോയ ഉമ്മാന്റെ പേരിൽ ദുആ ചെയ്യുവാനും വീട് പണി പൂർത്തിയാവാനും കടം വീടാനും പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു അനുഭാവി 101 രൂപ, മനസ്സിലുള്ള മുറാദ് ഹാസിലാകാൻ ഒരു അനുഭാവി 100 രൂപ, മറ്റൊരു അനുഭാവി ദുആ ചെയ്യാൻ 200 രൂപ, ഒരു സഹോദരി ദുആ ചെയ്യാൻ 51 രൂപ, ഹലാലായ ഉദ്ദേശം പൂർത്തിയാവുവാനും മരണപ്പെട്ട ഉമ്മാന്റെ പേരിൽ ദുആ ചെയ്യുവാനും കുറുപ്പത്ത് ബഷീർ 101 രൂപ, അസുഖം ശിഫയാകാൻ ഒരു അനുഭാവി 100 രൂപ, മരണപ്പെട്ടു പോയ അറബി നാസറിന്റെ പേരിൽ ദുആ ചെയ്യാൻ 100 രൂപ, മരണപ്പെട്ടവരുടെ പേരിൽ ദുആ ചെയ്യാൻ 262 രൂപ, കല്യാണം ശരിയാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഈ മഹത്തായ മജ്ലിസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 70 രൂപ സംഭാവന ചെയ്തിരിക്കുന്നു. രോഗം ശിഫയാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് 50 രൂപ മറ്റൊരു സഹോദരൻ സംഭാവന അർപ്പിച്ചിരിക്കുന്നു. മരണപ്പെട്ടു പോയ ഉപ്പയുടെ പേരിൽ ദുആ ചെയ്യുവാനും ഉമ്മയുടെ അസുഖം ശിഫയാകാനും ഹലാലായ ഉദ്ദേശം നിറവേറുവാനും പ്രത്യേകം ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പൂതങ്കോടൻ ഉമ്മർ 501 രൂപ ഈ മഹത്തായ പരിപാടിയിലേക്ക് സംഭാവന അർപ്പിച്ചിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ള മറ്റൊരു വിഷയം, നമ്മുടെ നാട്ടിലെ മറ്റൊരു ഭാഗമായ കയറ്റത്തിങ്ങൽ, ആ കയറ്റത്തിങ്ങളിൽ മാസത്തിൽ നടത്തപ്പെടുന്ന ദിക്ർ, സ്വലാത്ത്, ദുആ, പഠന ക്ലാസ് എന്നിവയുടെ വാർഷികം വളരെ വിപുലമായി നടത്താൻ അവിടുത്തെ സഹോദരങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ജനുവരി 9, 10 തീയതികളിലാണ് ഇത് നടത്തപ്പെടുന്നത്. 9-ാം തീയതി തിങ്കളാഴ്ച വിളിക്കപ്പെടാത്ത അതിഥി എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ജൂനിയർ ബാഖവി എന്ന അഭരനാമത്തിൽ അറിയപ്പെടുന്ന ആഷിഖ് ഇബ്രാഹിം എന്ന ദാറുൽ ഹുദ വിദ്യാർത്ഥി സദസ്സിനെ പ്രൗഢോജ്ജല പ്രഭാഷണം കൊണ്ട് അനുഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ 10-ാം തീയതി ചൊവ്വാഴ്ച മഹത്തായ ആ സദസ്സിലേക്ക് കടന്നു വരുന്നത് അല്ലാഹുവിന്റെ മഹത്തുക്കളുടെ കൂട്ടത്തിൽ കേരളത്തിലുള്ള അല്ലാഹുവിന്റെ ഇഷ്ടദാസൻ, വലിയ ഒരുപാട് കറാമത്തുകൾ ജീവിതത്തിൽ സംഭവിച്ച സൂഫി വര്യൻ മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, അവിടുത്തെ മഹനീയ സാന്നിധ്യം ഏതൊരു മുസ്ലിമും ആഗ്രഹിച്ചു പോകും. അവിടുത്തെ ജീവിതം കണ്ടാൽ ആ ജീവിതം കൊതിച്ചു പോകും. മഹാന്മാർ എന്ന് പറഞ്ഞാൽ അവരെ കണ്ടാൽ പടച്ച തമ്പുരാനെ നമ്മുടെ മനസ്സാന്തരങ്ങളിലേക്ക് ഓടി വരും. അങ്ങനെയുള്ള മഹാന്മാരാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ പോലുള്ള ഒരുപാട് വിശ്വ പണ്ഡിതന്മാർ, സൂഫിയാക്കൾ കേരളത്തിലുണ്ട്. മഹാനവറുകളുടെ സാന്നിധ്യം 10-ാം തീയതി ചൊവ്വാഴ്ച മഗ്രിബിന് ശേഷം മജ്ലിസുൻ നൂറും സ്വലാത്തും നടത്തപ്പെടുന്ന വേദിയിൽ എത്തിപ്പെടുകയാണ്. ഈ നാട്ടിലെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരെയും ഉദ്ധൃത പരിപാടിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു.
അതുപോലെ തന്നെ ഈ മഹത്തായ മജ്ലിസിൽ ഒരുപാട് ആളുകൾ സംഭാവന അർപ്പിച്ചിരിക്കുകയാണ്. ഒരുപാട് ആളുകളുടെ സംഭാവന ഇവിടെ വായിച്ചു കഴിഞ്ഞു. ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. ഈ പരിപാടി വളരെ നല്ല നിലയിൽ മുൻകൈയെടുത്ത മറ്റൊരു അനുഭാവി ഈ മഹത്തായ സദസ്സിലേക്ക് 3001 രൂപ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് നൽകിയിരിക്കുകയാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഒരുപാട് സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഉസ്താദ് പ്രത്യേകം എല്ലാവർക്കും വേണ്ടിയിട്ടും ദുആ ചെയ്യുന്നതാണ്. ഈ പരിപാടി മുൻകൈയെടുത്ത് വളരെ നല്ല നിലയിൽ ഇവിടെ ഇത്ര ഭംഗിയായി നിർവഹിക്കാൻ നടത്തപ്പെടാൻ മുന്നോട്ട് വന്ന ഒരു പറ്റം ഉത്സുകനായ ചെറുപ്പക്കാർ. മുമ്പ് ഞാൻ വെള്ളിയാഴ്ച യുവാക്കളുടെ യോഗമുണ്ട് എന്ന് പറഞ്ഞു. ഒരുപാട് നല്ല സുമനസ്സുള്ള ചെറുപ്പക്കാർ ആ യോഗത്തിൽ സംബന്ധിച്ച് ആ യോഗം വളരെ ഭംഗിയായി ചർച്ച ചെയ്യുകയും ഞങ്ങൾ പരിപാടിയിലേക്ക് വരാം, അതിനോട് ആത്മാർത്ഥമായി ഞങ്ങൾ സഹകരിക്കും എന്ന് അവര് ദൃഢപ്രതിജ്ഞ ചെയ്ത് ആ പരിപാടിയുടെ അനന്തരഫലമാണ് ഇന്ന് ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ മഹത്തായ പരിപാടിയിൽ സംഗമിച്ചിരിക്കുകയാണ്. സഹായ ഹസ്തങ്ങൾ നൽകിയിരിക്കുകയാണ്. റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ എല്ലാ പ്രശ്നങ്ങളും അറിഞ്ഞവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ മനസ്സിൽ 1000 അഭിലാഷങ്ങൾ പൂവണിയാൻ വേണ്ടിയിട്ട് ഈ മഹത്തായ മജ്ലിസിൽ പാണക്കാട് സയ്യിദ് നാസിർ ഹയ്യ് ശിഹാബ് തങ്ങൾ, കോഴിക്കോടിന്റെ ഖാദിയായ മഹാനവറുകൾ സംഗമിക്കുന്ന ഈ സദസ്സിലേക്ക് വന്നുകൊണ്ട് ഞങ്ങളുടെ കെട്ടുകൾ അഴിയണം, ഞങ്ങളുടെ കടങ്ങൾ വീടണം, പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടണം എന്നൊരു ലക്ഷ്യത്തോടുകൂടെ ഈ മഹത്തായ പരിപാടിയിലേക്ക് എത്തിപ്പെട്ട ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര്, ഉപ്പമാര്, അവർക്കൊക്കെ പ്രത്യേകം ദുആ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ മഹത്തായ പരിപാടി യൂട്യൂബിൽ ലൈവായി ദർശിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വിദേശത്തുള്ള സഹോദരങ്ങൾ, അവര് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാകും ഈ ഒരു സദസ്സിൽ പങ്കെടുക്കാൻ. പക്ഷേ അവരുടെ ജോലി കാരണമായിട്ട് ഇങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ട് അവര് യൂട്യൂബിൽ ആ പരിപാടി ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജോലിയിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ വിദേശത്തുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഈ പരിപാടിയുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. എന്നും സഹകരിക്കുന്നവരാണ്, അവർ പൂർണ്ണമായും സഹകരിക്കുന്നവരാണ്. റബ്ബ് തആല അവരുടെ പരിപാടികളിൽ, ഏർപ്പാടുകളിൽ, ബിസിനസ്സുകളിൽ, ജോലികളിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖൈറായ വഴികളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എത്തിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഈ സ്ഥാപനങ്ങൾ കൊണ്ടു നടക്കുന്ന നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആയുരാരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ ദുആ ചെയ്യപ്പെടേണ്ട മറ്റു വ്യക്തിത്വങ്ങളാണ് നമ്മുടെ അടുത്തായി മാതൃസ്നേഹത്തിന്റെ മഹിതമായ തണലിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു പറ്റം കുട്ടികളെ അനാഥരാക്കി ഉമ്മ എന്ന വിളിക്ക് കാതോർത്ത് നിൽക്കാൻ അല്ലാഹുവിന്റെ അചഞ്ചലമായ തീരുമാനം അനുവദിക്കാതെ പരലോകവാസം പുൽകിയ ബർസഖിയായ ജീവിതത്തിലേക്ക് യാത്ര പോയ നമ്മുടെ ഖദീജ എന്ന് പറഞ്ഞ സഹോദരി, ആ സഹോദരിയുടെ ഭർത്താവ് ഹംസ പുളിയക്കാട്ടിൽ എന്ന് പറഞ്ഞ സഹോദരാണ് ഇന്ന് ഈ മഹത്തായ പ്രൗഢമായ സദസ്സിലേക്ക് ചീർഞ്ഞു കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ, പ്രകാശപൂരിതമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഖുർആനിന്റെ സാന്നിധ്യം അവരുടെ ഖബറാന്തരങ്ങളിൽ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു കവാടം അവരുടെ ഖബറാന്തരങ്ങളിലേക്ക് അല്ലാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു ഇല്ലിയീൻ അവരുടെ റൂഹിനെ ചേർത്തി കൊടുക്കുമാറാവട്ടെ. അമ്പിയാക്കൾ, ഔലിയാക്കൾ അവരുടെ സഹായം അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മത്തിന്റെ സവാബും അവരുടെ അർവാഹുകളുടെ റൂഹുകളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തി കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നല്ല പാനീയം വിതരണം ചായ വിതരണം ചെയ്ത മച്ചിങ്ങൽ കുഞ്ഞാണി എന്ന് പറഞ്ഞ സഹോദരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഏർപ്പാടിൽ ബർക്കത്തും ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഈ മഹത്തായ പരിപാടി
പരിപാടിയിൽ ഒരുപാട് സഹോദരങ്ങൾ, വ്യക്തിത്വങ്ങൾ സംഭാവന അർപ്പിച്ചിരിക്കുകയാണ്. അവരുടെ സംഭാവന അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ മഹാനായ തങ്ങളവറുകൾ മന്ത്രി ചൂതിയതായ തേൻ കുപ്പി ഇവിടെ വിതരണം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ സദസ്സിനോടുള്ള അദബ് പാലിച്ചുകൊണ്ട് പല ആളുകളും ആ തേൻ കുപ്പി കൈവശപ്പെടുത്തി ഒരു വലിയ എമൗണ്ട് തന്നെ നമ്മുടെ ഈ മഹത്തായ സംരംഭത്തിലേക്ക് നൽകുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ തേനിൽ ശിഫാ പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആൻ അർത്ഥശങ്കക്ക് വകയില്ലാത്ത വിധം പ്രഖ്യാപിച്ചതാണ് ഫീഹി ശിഫാഉൽ ലിന്നാസ്. അതിൽ ശിഫ ഉണ്ട്, തേനിൽ ശിഫ ഉണ്ട് എന്നുള്ളത്. എങ്കിലും അല്ലാഹുവേ, അവർ ഏത് രോഗത്തിന് വേണ്ടിയിട്ടാണോ ഈ മഹത്തായ സംരംഭം, ഈ മഹത്തായ തേൻ ഉപയോഗിക്കുന്നത് എങ്കിൽ അവരുടെ ആ രോഗത്തിൽ ശിഫ നൽകണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ മറുനാട്ടിൽ നിന്ന് വന്ന ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ ഈ പരിപാടിയുമായി സഹകരിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചെരിപ്പടിക്കാൽ സ്പർശിച്ചതായ മൺതരികൾ കണക്കെ അവരുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരിൽ നിന്നും മരിച്ചവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഈ മഹത്തായ പരിപാടിയിൽ സംഗമിച്ച സഹോദരന്മാര്, സഹോദരിമാര്, കുട്ടികള്, അവർക്കൊക്കെ നാഫിയ ഇൽമു ഉണ്ടാകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ ചൈതന്യത്തിന് വേണ്ടിയിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിന്നുള്ള കാവൽ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഉസ്താദ് ഇവിടെ നിന്ന് ദുആ ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിച്ച് തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടക്കുന്നത്, നമ്മൾ ഇവിടെ മാസത്തിൽ ചൊല്ലി വരുന്ന ദിക്ർ, അതുപോലെ തന്നെ സ്വലാത്ത്, അത് അല്പാൽപ്പം ചൊല്ലിക്കൊണ്ട് നമുക്ക് ഉസ്താദിന്റെ ദുആയോടുകൂടെ നമുക്ക് ഈ മഹത്തായ പരിപാടിയിൽ നിന്ന് സന്തോഷം പിരിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല